പ്രിയ സൗരി സൗരന്മാരെ, ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓഡിയോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം ബ്രദറെ. ഓക്കെ, താങ്ക് യു. നമ്മൾ പുതിയ നിയമ ദൈവസഭയുടെ പണിയെപ്പറ്റി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള പുതിയ നിയമ ദൈവസഭയെ പറ്റിയുള്ള പഠനങ്ങൾ തുടരുകയാണ്. നമ്മളൊരു 6 ക്ലാസ് വരെ എടുത്തു. കഴിഞ്ഞ ആഴ്ച മുതൽ പുതിയ നിയമ ദൈവസഭയുടെ പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷനിലേക്കും അതിന്റെ പ്രത്യേകതകളിലേക്കും നമ്മൾ കടന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അവസാനം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയ നിയമ ദൈവസഭയുടെ ഡിസ്റ്റിങ്റ്റീവായിട്ടുള്ള ചില പ്രത്യേകതകൾ, അതിന് എടുത്തു പറയത്തക്ക പ്രത്യേകതകൾ, അതിൽ ചിലത് മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. അനേക കാര്യങ്ങളെങ്കിലും പ്രധാനപ്പെട്ട ഒരു 5 പോയിന്റ് നമ്മൾ ചിന്തിച്ചു. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ നിയമ ദൈവസഭ ഭവനങ്ങളിലായിരുന്നു കൂടിയത്. അതിനുള്ള അടിസ്ഥാന കാരണം എന്നുള്ളത്, ആ പുതിയ നിയമ ദൈവസഭ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരുന്നു. അവിടെ അന്യോന്യമുള്ള റിലേഷൻസും അന്യോന്യമുള്ള ഫെലോഷിപ്പും അതുപോലെ പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റാലിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ആദിമ സമയങ്ങളിൽ ഭവനങ്ങളിൽ കൂടി. അതുകൊണ്ട് ഒരു ഭവനത്തിന്റെ അന്തരീക്ഷമാണ് ഒരു സഭയ്ക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ആ ഭവനത്തിലുള്ള പോലത്തെ ഒരു ഇൻഫോർമാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഓപ്പൺനെസ്സും എല്ലാം ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. അടുത്തായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവീകമായിട്ടുള്ള കൂട്ടായ്മ, കൊയിനോനിയ, ഡിവൈൻ ഫെലോഷിപ്പ് എന്നുള്ളതാണ് ആദിമ ദൈവസഭയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ ഡിവൈൻ ഫെലോഷിപ്പ് ഡിവൈനായിട്ടുള്ള സ്നേഹത്തിൽ നിന്നും, അഗാപ്പയിൽ നിന്നും, ആ ഡിവൈൻ ലവ് അത് ഡിവൈൻ ലൈഫിൽ നിന്നും, സോയയിൽ നിന്നും, യേശു ക്രിസ്തുവിന്റെ ജീവൻ, ആ ജീവൻ നമ്മൾ കൂടി നിറയുമ്പോൾ ഉണ്ടാകുന്ന ആ സ്നേഹത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തു യേശുവിൽ കൂടി നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്നാണ് ഡിവൈൻ ഫെലോഷിപ്പ് ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ദൈവിക ജീവനിൽ നിന്ന് ദൈവിക സ്നേഹവും, ദൈവിക സ്നേഹത്തിലും ദൈവിക ഫെലോഷിപ്പ് ഉണ്ടാകുന്നു. അതിനുശേഷം നമ്മൾ അങ്ങനെ ദൈവിക ജീവനിൽ നിറയപ്പെടുന്ന ശുശ്രൂഷകർ, അവർ രാജകീയ പുരോഹിതന്മാരാണ്. അവരാണ് യഥാർത്ഥത്തിൽ ദൈവസഭയിലെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. അവരാണ് ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നത്. അവരെ ഓവർസീ ചെയ്യാനായിട്ടുള്ള ദൈവവചനപ്രകാരമുള്ള ഗോഡ്ലി ആയിട്ടുള്ള എൽഡേഴ്സിനെ, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓവർസീ ചെയ്യുക, അതുപോലെ തന്നെ ഷെപ്പേർഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എൽഡേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി. അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. ഞാൻ ജസ്റ്റ് അതിന്റെ ഓവർവ്യൂ മാത്രമാണ്. അതിനുശേഷം നമ്മൾ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദിമ ദൈവസഭയുടെ അടിസ്ഥാന സന്ദേശം അത് മൾട്ടി ഫേസ്ഡ് ആയിരുന്നു നമുക്ക് പറയാനായിട്ട് കഴിയും. അത് അവിശ്വാസികളുടെ അവർ പറയുമ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുകയും, വിശ്വാസികളെ അവർ പഠിപ്പിക്കുമ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾ യേശു ക്രിസ്തുവിനോടുകൂടി മരിച്ചു, അങ്ങനെ നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി നിങ്ങൾ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ശരീരമായിട്ട് ബിൽഡ് ചെയ്യപ്പെടാവുന്നതും നമ്മൾ പഠിച്ചു. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ 2 കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവസഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു സന്ദേശം അവരുടെ സെർമണീസിൽ കൂടി അവർ വെളിപ്പെടുത്തിയിരുന്നു. യേശു ക്രിസ്തുവിനോട് കൂടി നമ്മൾ മരിച്ചു എന്നുള്ള സ്നാനത്തിൽ കൂടിയും ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മൾ ഒരു ശരീരമായിട്ട് ബിൽഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കർത്തൃമേശയിൽ കൂടി അവർ പ്രഖ്യാപിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. എന്നാൽ നമ്മളിതിൽ ഈ പുതിയ നിയമ ദൈവസഭയുടെ യുണീക്നെസ്, അല്ലെങ്കിൽ യുണീക്ക് മാർക്സ്, ഐഡന്റിഫൈയിങ് മാർക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതേ രീതിയിൽ അനുകരിച്ചാലും പുതിയ നിയമ ദൈവസഭയെ ഒരു ശരീരമായിട്ട് നിർത്തിയ ആ ഒരു ഘടകം എന്താണെന്ന് നമ്മൾ മനസ്സിലായില്ലെങ്കിൽ നമ്മളൊരു ഫോം ബിൽഡ് ചെയ്യുകയും അതിന്റെ പവർ ഇല്ലാത്തവരായി തീരുകയും ചെയ്യും. നമുക്ക് പല കാര്യങ്ങളും പുറമേ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും, പക്ഷെ ഉള്ളിൽ നിന്ന് അത് ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഒരു വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അന്ത്യകാലത്ത് അങ്ങനെ സംഭവിക്കും എന്ന് പൗലോസ് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഇത് എന്താണ് യഥാർത്ഥത്തിൽ ആദിമ ദൈവസഭയെ യഥാർത്ഥ ഒരു ശരീരമായിട്ട് നിലനിർത്തിയിരുന്നത്? നമ്മൾ മുമ്പ് ചിന്തിച്ചാണെങ്കിൽ ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു പോവാണ്. അത് ദൈവത്തിന്റെ ജീവനാണ്, ദൈവിക ജീവൻ, സോയ എന്ന് പറയുന്ന ഡിവൈൻ ലൈഫാണ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ആ ടെമ്പിള് പണിയുന്നത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം എപ്പോഴും അതിന്റെ കൃത്യതയിൽ നോക്കുന്ന വ്യക്തിയായിരുന്നു. അതിന്റെ കൃത്യമായിട്ടാണോ പണി പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവം ശ്രദ്ധിക്കുന്നതാണ്. ദൈവം അങ്ങനെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസുമാണ് കൊടുക്കുന്നത്. നമ്മൾ മോശയ്ക്കും ദാവീദിനും ഒക്കെ കൊടുത്ത ആ ഇൻസ്ട്രക്ഷനിൽ അത് വ്യക്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ സെരുബാബേലിന്റെ പണി റീബിൽഡിങ്ങിന് കാണുമ്പോൾ ദൈവം സെരുബാബേലിന്റെ കയ്യിൽ തൂക്കുകട്ട കണ്ടിട്ട് സന്തോഷിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് അതായത് ദൈവത്തിന്റെ കൃപയിൽ, ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ വഴിയിൽ തന്നെയാണ് ദൈവം ബിൽഡ് ചെയ്യപ്പെടുന്നത്. ദൈവം അതിൽ വളരെ
ശ്രദ്ധാലുവാണ്. എന്നാൽ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഈ ഒരു ഫോം അതേപോലെ തന്നെ നിൽക്കുമ്പോഴും ആ ടെമ്പിളിൽ നിന്നും ദൈവസാന്നിധ്യം നഷ്ടപ്പെടും നമ്മൾ കാണാനായിട്ട് കഴിയും. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇത് ആ ഫോം അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ അതിലെ എല്ലാ കാര്യങ്ങളും ഒരു റിച്വലിസ്റ്റിക് ആയിട്ട്, ജീവനില്ലാത്തതായിട്ട്, ഒരു യാന്ത്രികമായിട്ട്, നമുക്കൊരു യാന്ത്രികമായിട്ട് കാര്യം ചെയ്യുന്നു, ഒരു ജീവനുള്ള ഒരു വ്യക്തി ചെയ്യുന്നു തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാൻ കഴിയും. അതായത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെയും ഒരു യാന്ത്രികമായിട്ടുള്ള രീതിയിലേക്ക് മാറുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാലും അത് ഒരു എന്താണ് പറയുക, ഒരു മൊണോട്ടണസ് ആയിട്ട്, ബോറിംഗ് ആയിട്ട്, ദൈവിക ജീവനില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മളുടെ ഈ പഠനത്തിലും നമ്മൾ ഈ കൃത്യമായിട്ട് കുറെ ട്രൂത്ത്സ് പഠിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവകൃപയിൽ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത്. ഇങ്ങനെ ഒരു ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ശരീരത്തിലെ ജീവനില്ലെങ്കിൽ അവയവങ്ങളുടെ കൃത്യതയും കൊണ്ട് പ്രയോജനമില്ല, അല്ലെ? ജീവനില്ലാത്തൊരു ശരീരത്തിൽ ഒരു മൂക്ക്, 2 കണ്ണ്, 10 വിരല്, 2 കാല് എന്ന് കൃത്യമായിട്ടുള്ള ശരീരം ഉണ്ടായിട്ടും ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് കാര്യം. അല്ലെങ്കിൽ ജീവൻ ആ ഒരു അബണ്ടന്റ് ആയിട്ടുള്ള ലൈഫിൽ ജീവൻ ഇതിനെ പ്രവർത്തിക്കാൻ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. എന്നാൽ ഈ ദൈവിക ജീവനാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ആ ജീവൻ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടി നമുക്ക് ലഭിച്ചതാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 10:10 യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നത്, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ അവർക്ക് ജീവൻ ഉണ്ടാകാനായിട്ടും സമൃദ്ധിയായിട്ടുണ്ടാവാനായിട്ടുമാണ്. ആ ജീവൻ ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ജീവനാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു പറഞ്ഞ അതേ ജീവൻ നമുക്കുണ്ടാവാനായിട്ട്, സമൃദ്ധിയായിട്ട് ഉണ്ടാവാനായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പുത്രൻ ഉള്ളവന് ജീവനുണ്ട്, പുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. അന്നേരം യേശു ക്രിസ്തുവിൽ വന്ന ഒരു വ്യക്തിക്ക് ഈ ജീവൻ ലഭിച്ചതാണ്. എന്നാൽ ആ ജീവന്റെ അബണ്ടൻസിലാണ് ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അബണ്ടന്റ് ആയിട്ട് ഒഴുകുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലും അങ്ങനെയുള്ളവർ കൂടി വരുന്ന ദൈവസഭയിലും ഈ കാര്യങ്ങൾ ദൈവിക ജീവനിൽ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇല്ലെങ്കിൽ നമുക്കൊരു റിച്വലിസ്റ്റിക് ആയിട്ട് ട്രൂത്തുകളൊക്കെ 1, 2, 3, 4 എന്ന രീതിയിൽ പഠിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യാനായിട്ട് കഴിയും. നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുകയാണ് അവിടുത്തെ കുറെ ഗാഡ്ജറ്റ്സ് കാണും. TV ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ പവർ ഇല്ലെങ്കിൽ, അവർ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രയോജനം? ഇല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ തന്നെ വോൾട്ടേജ് വളരെ കുറവാണെങ്കിൽ നമുക്കറിയാം പല കാര്യങ്ങളും വർക്ക് ചെയ്യിക്കാനായിട്ട് കഴിയത്തില്ല. ഇതേ രീതിയിൽ തന്നെ ദൈവത്തിന്റെ ജീവൻ നമ്മൾ കൂടി അതിന്റെ യഥാർത്ഥ ശക്തിയിൽ ഒഴുകുമ്പോൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനപ്രകാരം വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം, പക്ഷെ ദൈവിക ജീവൻ അതിൽ നിന്ന് മിസ്സാവുകയും ചെയ്യും. ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത്. ഇത് നമ്മൾ ന്യൂ കവനന്റ് പ്രാക്ടീസസ് നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോൾ ഇതിന്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾ നമ്മൾ മറന്നു പോകരുത് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു മാത്രമേ ഉള്ളൂ. നമ്മൾ പുതിയ നിയമ ദൈവസഭയെ പറ്റി പഠിക്കുമ്പോൾ ആദിമ സമയത്ത് തന്നെ ഈ 2 രീതിയിലുള്ള സഭകളും ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ആദിമ സഭ, പൗലോസും പത്രോസും ഒക്കെ സ്ഥാപിച്ച സഭകളെല്ലാം പെർഫെക്റ്റ് സഭകളൊന്നും ആയിരുന്നില്ല, എല്ലാം ഒന്നും. അവിടെയും നമുക്ക് ഈ ദൈവിക ജീവനിൽ നിറയപ്പെട്ട സഭകളും കാണാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ദൈവിക ജീവനിൽ നിറയപ്പെടാത്ത കാർണൽ ചർച്ചസും കാണാനായിട്ട് കഴിയും. ഈ കാർണൽ ചർച്ചസ് എന്ന് പറയുമ്പോൾ ഫോൾസ് ചർച്ച് അല്ല ഞാൻ പറയുന്നത്, ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞിരിക്കുന്നത്, വ്യാജ സഭയല്ല. വ്യാജമായ സഭയെ പറ്റി ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിലേക്കൊക്കെ പോകുമ്പോൾ ബാബിലോൺ എന്ന് പറയുന്നത് ഒരു വ്യാജ മതവും വ്യാജ സിസ്റ്റവുമാണ്. അതിനെപ്പറ്റിയല്ല. ശരിക്കും അപ്പോസ്തലന്മാര് സ്ഥാപിച്ച സഭകൾ തന്നെ, കർത്താവ് സ്ഥാപിച്ച സഭകൾ തന്നെ ചിലത് കാർണൽ സഭകളായി തീർന്നു, അല്ലെങ്കിൽ ജഡീകന്മാരുടെ സഭകളായി തീർന്നു, ചിലത് ആത്മീക സഭകളുമായി തീർന്നു. അന്നേരം ജഡീകന്മാരുടെ സഭകൾ എന്ന് പറയുമ്പോൾ ദൈവിക ജീവനേ ഇല്ലാത്തവരല്ല, ദൈവിക ജീവൻ നിറയപ്പെടാത്തവരായി, ദൈവിക ജീവൻ ഉണ്ടെങ്കിലും ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരായി ജഡീകന്മാരായിട്ടുള്ള കുറെ വ്യക്തികളാണ് കാർണൽ ചർച്ചസിൽ ഉണ്ടായിരുന്നത്. അന്നേരം അവരുടെ അങ്ങനെയുള്ളവർ കൂടി വരുന്ന സഭ ജഡീക സഭയും, അതേസമയം തന്നെ ആത്മാവിൽ നിറയപ്പെട്ടവരായിട്ട് ആത്മീയമായിട്ട് ശുശ്രൂഷകൾ ചെയ്യുകയും കർത്താവിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുകയും ചെയ്യുന്നവരുടെ സഭ ആത്മീയ സഭകളായി തീരുകയും ചെയ്യും. ഇതിന്റെ കാരണം എന്താണ്? എങ്ങനെയാണ് ഇങ്ങനെ 2 സഭകൾ ഉണ്ടാകുന്നത്? അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളത് പത്രോസിന്റെ ലേഖനം, നമ്മൾ ദൈവസഭ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി പത്രോസാണ് ഏറ്റവും വ്യക്തമായിട്ട് പറയുന്നത്. പത്രോസ് അപ്പോസ്തലന്മാരൻ ഉള്ളപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ ആ ദൈവസഭ പത്രോസിന്റെ അടുത്താണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുമ്പോൾ അതേ പത്രോസ് ദൈവസഭയെ പറ്റി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അതിൽ ഈ കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട്. ആ ചില വാക്യങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. നമ്മൾ 1 പത്രോസിന്റെ 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൽ പൗലോസ് ഒരു വ്യക്തി വീണ്ടെടുക്കപ്പെടുന്നത് മുതൽ ഒരു ദൈവസഭയായിട്ട് ബിൽഡ് ചെയ്യുന്നത് വരെയുള്ള ആ ഒരു കാര്യം
കൃത്യമായിട്ടുള്ള ഓർഡറിൽ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഓർഡറിൽ വിശ്വാസികൾക്ക് എഴുതുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോസ്റ്റലന്മാർ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എല്ലാ അപ്പോസ്റ്റലന്മാരും ഒരേ രീതിയിലാണ്, അല്ലെങ്കിൽ ഒരേ രീതിയിലല്ലെങ്കിലും ഒരേ കാര്യം പല രീതിയിലാണ് എഴുതുന്നത്. അന്നേരം പൗലോസ് ഒക്കെ പറയുന്ന അതേ കാര്യം തന്നെ പത്രോസ് വേറെ രീതിയിൽ എഴുതാണ്. പത്രോസ് അത് പറഞ്ഞു തുടങ്ങുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു വരുമ്പോൾ പറയുന്നത്, അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: വ്യർത്ഥവും പിതൃപാരമ്പര്യമായി നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കിഴക്കില്ല. വേറെ ട്രാൻസ്ലേഷനിൽ വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു, അത് പൊന്നി, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ടില്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രയും നിങ്ങൾ അറിയുന്നത്. അത്തരം പത്രോസ് ആദ്യമേ പറയുകയാണ്, നിങ്ങളുടെ വ്യർത്ഥവും പിതൃപാരമ്പര്യ നടപ്പിൽ നിന്നും ദൈവം വീണ്ടെടുത്തു. ഈ വ്യർത്ഥവും പിതൃപാരമ്പര്യ നടപ്പെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നേരത്തെ ആയിരുന്നു ചില പാരമ്പര്യ സഭകളെ പറ്റിയോ പാരമ്പര്യത്തെ പറ്റിയോ ഒന്നുമല്ല പറയുന്നത്. പത്രോസ് കൂടെ പറയുമ്പോൾ ഈ ഏറ്റവും നമ്മുടെ എല്ലാവരുടെയും യഥാർത്ഥ പിതാവ് എന്ന് പറയുന്ന ആദമാണ്. ആദമിൽ നിന്നും നമുക്ക് ലഭിച്ച ഒരു സിൻഫുൾ നേച്ചറിൽ നിന്ന് ആ ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു നടപ്പുണ്ട്. അതാണ് നമ്മൾ എഫേസ്യരിലെ 2-ാമത്തെ അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ നടന്നിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്, ആത്മീയരായിട്ട് മരിച്ചപ്പോൾ അങ്ങനെ നടന്നിരുന്നു. അങ്ങനെ ഒരു നടപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ ആ നേച്ചറിനെയാണ് കാണിക്കുന്നത്. അന്നേരം ദൈവം യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി നമ്മളെ ആ സിൻഫുൾ നേച്ചറിൽ നിന്ന് വീണ്ടെടുത്തു എന്നുള്ളതാണ് പത്രോസ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിന്, ഇല്ലെങ്കിൽ പഴയ ഉടമ്പടിക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല, നമ്മളെ അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, എബ്രായ ലേഖനം 10:4. ഞാൻ ഈ പറയുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഞാനിത് എടുത്തു വായിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, എടുത്തു വായിക്കാതെ. എബ്രായ ലേഖനം 10:4 പറയാണ്, ആ കാളകളുടെയും ആട്ടുകുട്ടന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നത്. അതായത് നമ്മുടെ പാപഹൃദയത്തെ നീക്കാൻ, നമ്മുടെ സിൻഫുൾ നേച്ചറിനെ നീക്കാൻ, നമ്മുടെ പാപങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു മാറ്റുവാനായിട്ട് കാളകളുടെ ആട്ടുകുട്ടന്മാരുടെയും രക്തത്തിന് കഴിയാഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ എന്ന കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മുടെ പാപ സ്വഭാവത്തിൽ നമ്മുടെ ദൈവം നമ്മളെ വീണ്ടെടുത്തു. അതാണ് ആദ്യം സംഭവിക്കുന്നത്. അങ്ങനെ ആ വീണ്ടെടുപ്പ് നടന്നു, ഇല്ലെങ്കിൽ നമ്മുടെ പാപ നേച്ചർ നീക്കപ്പെട്ടു. അങ്ങനെ നേച്ചർ നീക്കപ്പെട്ടിടത്തേക്ക് ദൈവം തന്റെ ജീവനെ അയക്കുകയാണ്. അതാണ് മുമ്പോട്ട് പോകുമ്പോൾ പത്രോസ് പറഞ്ഞിരിക്കുന്നത് 23-ാമത്തെ വാക്യം: കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും യു ഹാവ് ബീൻ ബോൺ അഗെയിൻ, നോട്ട് ഓഫ് എ സീഡ് വിച്ച് ഇസ് പെരിഷബിൾ ബട്ട് ഇംപെരിഷബിൾ എന്നാണ് പറയുന്നത്. ദി ലിവിങ് സീഡ്. സീഡ് എന്നുള്ളത്, ബീജം എന്നുള്ളത്, സ്പേമ എന്നുള്ള വാക്കാണ് മലയാളത്തിന് അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. നമ്മൾ മനസ്സിലാക്കണം, എന്താണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് നോർമലായിട്ട് അപ്പന്റെയും അമ്മയുടെയും ഒരു യൂണിയനിൽ കൂടി ജനിക്കുമ്പോൾ നമ്മളൊരു പെറിഷബിൾ ലൈഫാണ് നമ്മളിൽ ഉണ്ടായത്. ഇല്ലെങ്കിൽ സ്പേമിൽ നിന്നും നമ്മളുടെ ജീവൻ ഉണ്ടായത് നമ്മളുടെ ഒരു ഫിസിക്കൽ ലൈഫാണ്. ഞാൻ ഇതിനു പറഞ്ഞു, അതിന് ബയോ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് അതൊരു പെറിഷബിൾ ലൈഫാണ്. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂമിയിൽ ജനിക്കുന്ന അങ്ങനത്തെ ഒരു പെറിഷബിൾ ലൈഫ് ഉള്ളവരുടെ എല്ലാവരുടെയും ജീവിതം ഒരു പുല്ല് പോലെയാണ്. അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയാണ്. പുല്ല് വാടി പൂ ഉതിർന്നു പോകുന്ന പോലെ വളരെ പെട്ടെന്ന് പെരിഷ് ചെയ്തു പോകുന്ന ഒരു ജീവിതമാണ് നമ്മൾ. ഇവിടുത്തെ ഒരു നേച്ചർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. ഈ ക്ലൈമറ്റുകൾ മാറി വരുമ്പോൾ ഇലകളൊക്കെ വളരെ നന്നായിട്ട് പൂക്കളും ഒക്കെ വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് വിതർ ചെയ്ത് താഴെ വീണ് കിടക്കുന്നതാണ്. ഫോൾ എന്നാണ് ഇതിന് പറയുന്ന സീസൺ തന്നെ. ഫോൾ സീസൺ ആകുമ്പോഴേക്കും എല്ലാ ഇലകളും താഴെ വന്ന് വീണ് കിടക്കുന്നതാണ്. അന്നേരം അത്ര പെരിഷബിൾ ആണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് ടെമ്പററി ആണ് മനുഷ്യന്റെ ജീവിതം എന്നാണ്. യാക്കോബ് പറയുന്നത് ഒരു ആവി പോലെയാണെന്നാണ് പറയുന്നത്. അന്നേരം ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരുടെയും ലൈഫ് അത്രയേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? നമുക്ക് തന്റെ ജീവൻ ലഭിക്കുന്നു. അതൊരു ഇംപെറിഷബിൾ ലൈഫാണ്. അതാണ് ദൈവിക ഡിവൈൻ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇംപെറിഷബിൾ ആണ്. അത് നമ്മളെ നിത്യതയോളം, നമ്മുടെ പെരിഷബിൾ ലൈഫ് ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ ശരീരം മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ആത്മാവ് ജീവനുള്ള കർത്താവിൽ ചെല്ലിക്കും. അതാണ് പൗലോസ്, അതുകൊണ്ടാണ് പത്രോസ് അതാണ് പറഞ്ഞിരിക്കുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും ജനിച്ച വ്യക്തികൾ ആത്മീയമായിട്ട് വളരുന്നതിനെ പറ്റിയാണ് 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുക. 2:2 പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിങ്ങൾ രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിക്കാൻ പറയും. അന്നേരം അങ്ങനെ ജനിച്ച വ്യക്തികൾ വളരണമെന്ന് പത്രോസ് ഇവരുടെ അടുത്ത് ആവശ്യപ്പെടുക. അന്നേരം ഇവിടെ അടുത്ത വാക്യത്തിലേക്ക് പറഞ്ഞിരിക്കുന്ന, അങ്ങനെ വളരുന്ന വ്യക്തികളെ കർത്താവ് ഒരുമിച്ച് ചേർത്ത് ഒരു ബിൽഡിംഗ് ആയിട്ട് പണിയുന്നു എന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞത്. എന്നിട്ട് പറയണം, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവരെടുക്കുന്നത്. ഈ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് യേശുക്രിസ്തു
ദേവാലയം വിട്ടുപോകുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 21:42 പറഞ്ഞിരിക്കുന്നതാണ്. അതേ വാക്യം തന്നെ താഴേക്ക് വരുമ്പോൾ പത്രോസ് എടുത്തു പറയുന്നുണ്ട്, വീട് പണിഞ്ഞവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പറയുമായിരിക്കും. അന്നേരം യേശുക്രിസ്തു എന്ന മൂലക്കല്ലിനെ ഇസ്രായേൽ ജനം തള്ളിക്കളഞ്ഞപ്പോൾ കർത്താവ് വേറൊരു പണിയുടെ മൂലക്കല്ലായിത്തീർന്നു. അതിനെപ്പറ്റിയാണ് പത്രോസോട് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർ തെള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായിട്ട് അവൻ എടുക്കുന്നു. അന്നേരം അങ്ങനെയുള്ള ആ ജീവനുള്ള മൂലക്കല്ലിന്റെ അടുക്കൽ വരുമ്പോഴേക്കും നമ്മൾക്ക് ജീവൻ പ്രാപിക്കുന്നു എന്നതാണ്. അടുത്ത വാക്യം പോലെ പറയുന്ന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യർ തെളിയെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. ഇത് രണ്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തതാണ് പറയുന്നത്. അതിന്റെ കാരണമാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് വിശദീകരിക്കാം. അന്നേരം ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത് എല്ലാ രക്ഷിക്കപ്പെട്ടവർക്കും ആപ്ലിക്കബിൾ ആണ്. എല്ലാ രക്ഷിക്കപ്പെട്ടവരും ഇല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിച്ച എല്ലാവരും അവരുടെ പാപസ്വഭാവം നീക്കപ്പെട്ടവരാണ്, അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അത് അവരെ അറിയുകയും ചെയ്യണം. രണ്ടാമത് അവർക്ക് ഒരു ഡിവൈൻ ലൈഫ് അവരുടെ ഉള്ളിൽ വന്നാണ്, ദൈവിക ജീവൻ സോയെ ആ ലൈഫ് ഇംപെറിഷബിൾ ആയിട്ടുള്ള ലൈഫ് അവരുടെ ഉള്ളിൽ വന്നാണ്. ആ ലൈഫ് ഉള്ളിടത്തോളം അവർക്ക് നിത്യജീവിലേക്ക് കടക്കാനായിട്ട് കഴിയും, ഇല്ലെങ്കിൽ നിത്യജീവിതയിൽ കർത്താവിനോട് കൂടി പോകാനായിട്ട് കഴിയും, സ്വർഗത്തിൽ പോകാനായിട്ട് കഴിയും. അത് കർത്താവ് അതാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ആ പരിശുദ്ധാത്മാവിനെ ഒരു അച്ചാരം എന്നുള്ള രീതിയിൽ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നമ്മളെ വീണ്ടെടുപ്പിനായിട്ട് തന്റെ പരിശുദ്ധാത്മാവിലാണ് മുദ്രയിട്ടത്. അതാണ് ആ ജീവൻ, നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ജീവപുസ്തകത്തിൽ നമുക്ക് പേരുള്ളത്. ഇത് ജീവനുള്ളവരുടെ എല്ലാവരും പേര് ജീവപുസ്തകത്തിലുണ്ട്. അന്നേരം ഇത് രക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമല്ല ഇതോട് പറഞ്ഞിരിക്കുന്നത്. രക്ഷയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വ്യക്തികൾ കർത്താവിന്റെ വരവെങ്കിൽ പോകുന്നുള്ളൂ. എന്നാൽ അവിടെ പത്രോസ് അവിടെ കൊണ്ട് നിർത്തുന്നില്ല. എന്നാൽ അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായിട്ട് പണിയപ്പെടണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിക്കാനത്തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. രണ്ട് തരത്തിലുള്ള പണിയുടെ കാര്യം പറയുന്നുണ്ട്. ആദ്യത്തെ പണിയുടെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്, പിന്നീട് മുമ്പോട്ട് അത് വിശദീകരിക്കുക. അന്നേരം ആത്മീയ ഗൃഹമായിട്ട് നമ്മൾ പണിയപ്പെടുകയാണ്. ആത്മീയ ഗൃഹമായിട്ട് പണിയപ്പെടുന്നത് എങ്ങനെയാണ്? അത് എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇതേ കാര്യം വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. പത്രോസ് പറഞ്ഞ അതേ കാര്യം തന്നെ അവിടെ എഫേസ്യ ലേഖനം 2:20 പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായിട്ട് വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒരുമിച്ച് പണിതുവരുന്നു. ഇവിടെ രണ്ട് വാക്യങ്ങളൂടെ നമ്മൾ ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ആത്മീയ വളർച്ചയുടെ കാര്യമാണ് പത്രോസ് പറയുന്നത്. അങ്ങനെ ആത്മീയമായിട്ട് വളരുമ്പോൾ, ഇവിടെ ശിശു പാല് കുടിച്ച് വളരുമ്പോൾ, ആത്മീയമായിട്ട് നമ്മൾ വളരുമ്പോൾ ഒരു കാര്യം നടക്കുകയാണ്, നമ്മളൊരു മന്ദിരത്തിന്റെ ഭാഗമായിട്ട് പണിയപ്പെടുക. അങ്ങനെ നമ്മളെ പണിയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവും ദൈവവചനവുമാണ്. അതാണ് ദൈവവചനം പാൽ കുടിക്കാനായിട്ട് പറയുകയും ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനാൽ ഒരുമിച്ച് പണിയപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. ഇവിടെയാണ് ദൈവസഭയിൽ ജഡീകന്മാരും ആത്മീയന്മാരുമായിട്ട് ആൾക്കാർ വേർപെടുന്നത്. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഭാഗത്ത് ഇവരെല്ലാം ഞാൻ രക്ഷിക്കപ്പെട്ടവരെ പറ്റി മാത്രമാണ് പറഞ്ഞത്. അവർ വീണ്ടും ജനിച്ചവരാണ്, ദൈവത്തിന്റെ ജീവൻ ലഭിച്ചവരാണ്. എന്നാൽ പലരും ഒരു മന്ദിരമായിട്ട് പണിയപ്പെടുകയോ ആത്മീയമായിട്ട് വളരുകയോ ചെയ്യുന്നില്ല. അതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? അതിന്റെ അടിസ്ഥാന കാരണം എന്നുള്ളത്, നമ്മൾ പണിയപ്പെടുന്നതിന് ഇല്ലെങ്കിൽ ആത്മീയമായി വളരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന വേറൊരു കാര്യം രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മളുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഉള്ളിൽ നിലനിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ പറയുന്നത്, ഇല്ലെങ്കിൽ ഒരു ആത്മീയമായി വളരുന്നതിന് ഒരു തടസ്സം ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നു. അത് ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് അത് പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 5:16 പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ. അന്നേരം ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിനാൽ പണിയപ്പെടുക, ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതെല്ലാം ഒരേ കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയും, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ല. അന്നേരം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിന് പ്രതികൂലമായിട്ട് വേറൊരു കാര്യമുണ്ട് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അതെന്താണ്? അത് ജഡാഭിലാഷം. അതായത് നമ്മൾ ഇത് കുറച്ച് വിശദമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ജഡം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പാപസ്വഭാവമല്ല, പഴയ മനുഷ്യനല്ല. അത് വ്യക്തമായിട്ട് ക്രൂശിൽ കർത്താവ് ഡീൽ ചെയ്തതാണ്. പഴയ മനുഷ്യനെ
കർത്താവ് ക്രൂശിച്ച് നമ്മളിൽ നീക്കി നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയവരാണ്. എന്നാൽ നമ്മുടെ ഫ്ലഷ് ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നിട്ട് നമ്മുടെ അൺറിന്യൂഡ് മൈൻഡ്, നമ്മുടെ ചിന്താഗതികൾ എല്ലാം ഇപ്പോഴും കാർണൽ മൈൻഡ് സെറ്റ് എന്ന് ദൈവം ചില പറഞ്ഞിരിക്കുന്നു, ജഡ മനസ്സെന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് അത് നിലനിൽക്കുന്നത് കൊണ്ട് അത് നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമ്മൾക്ക് എതിരെ നിൽക്കുകയാണ്. എന്നിട്ട് ഇതിനെയാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക, ജഡത്തെ ക്രൂശിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവും തുടർച്ചയായിട്ട് പറഞ്ഞ ആ രണ്ടാമത്തെ ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ, അങ്ങനെ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ ചെത്തപ്പെട്ടവരായിട്ട്, നമ്മൾ യഥാർത്ഥത്തിൽ പണിയപ്പെട്ടവരായിട്ട് ദൈവസഭയുടെ കല്ലുകളായിട്ട് പണിയാനായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെ ഒരുമിച്ച് ചേർത്ത് പണിയാനായിട്ട് കഴിയൂ. അവിടെ മാത്രമേ ദൈവത്തിന്റെ ജീവൻ യഥാർത്ഥത്തിൽ വെളിപ്പെടുകയും ദൈവിക ശുശ്രൂഷകളും ദൈവിക ഫലങ്ങളും വെളിപ്പെടുകയും ചെയ്യുന്നത്. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടി വിശദീകരിക്കാം. എന്താണ് സംഭവിക്കുന്നത്? പലപ്പോഴും ദൈവത്തിന്റെ യഥാർത്ഥ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവം നമ്മുടെ ജഡത്തിന്റെ ചിന്തകളെയും നമ്മുടെ ജഡാഭിലാഷങ്ങളെയും നമ്മുടെ കാർണൽ മൈൻഡ് സെറ്റിനെയും വളരെ വ്യക്തമായിട്ട് കാണിക്കും. അപ്പോൾ ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിലും നമ്മൾ നമ്മുടെ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെടുകയും നമ്മൾ പണിയപ്പെടാത്തവരായിട്ട് നമ്മൾ നിലനിൽക്കുകയും ചെയ്യും. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ, എബ്രായ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന്റെ വചനമാണ് യഥാർത്ഥത്തിൽ ഇത് നമ്മളെ കാണിച്ചു തരുന്നത്. ദൈവത്തിന്റെ 5:12 ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത് എന്ന് പറഞ്ഞതിന് ശേഷം താഴേക്ക് വരുമ്പോൾ പറയാണ്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേർപിടിക്കുന്നവരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഇസ് ലിവിങ് ആൻഡ് ആക്റ്റീവ്, ഷാർപ്പർ ദാൻ എനി ടു-എഡ്ജ് sword ആൻഡ് പിയേഴ്സിങ് ആസ് ഫാർ ആസ് ദ ഡിവിഷൻ ഓഫ് ദ സോൾ ആൻഡ് ദ സ്പിരിറ്റ്. അന്നേരം നമ്മുടെ ആത്മീയമായിട്ടുള്ള ചിന്തകളെയും ജഡീകമായിട്ടുള്ള ചിന്തകളെയും വേർതിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. അല്ലാതെ ഈ ലോകത്തിലെ എന്തെങ്കിലും കൾച്ചറോ അങ്ങനത്തെ കാര്യങ്ങളല്ല. പലപ്പോഴും നമ്മുടെ കൾച്ചറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മളെ ഉള്ളതാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും ഹിതവും എന്നാണ് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. നേരെ നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ വചനം, ഇത് ദൈവത്തിന്റെ വചനം യഥാർത്ഥത്തിൽ പ്രസംഗിക്കപ്പെടുന്നിടത്തേ നടക്കുകയുള്ളൂ, ഇല്ലാത്തടത്തൊന്നും നടക്കത്തില്ല. അല്ലാത്തടത്തൊന്നും നടക്കത്തില്ല എന്ന് എബ്രായ ലേഖന കർത്താവിനെ പറയുന്നത്. എന്നാൽ യഥാർത്ഥ ദൈവവചനം പ്രസംഗിക്കപ്പെടുന്ന ഒരു സ്പിരിച്വൽ ചർച്ചിൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡേഴ്സ് ഉള്ള ചർച്ചിൽ ജഡീകമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവും. എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനത്തിൽ. അപ്പോൾ ഇതിന് 2 രീതിയിൽ നമുക്ക് പ്രതികരിക്കാം. ഒന്നുകിൽ ആ ദൈവവചനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം, നമുക്ക് മാനസാന്തരപ്പെടാം. ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമുക്ക് കഠിനപ്പെടുത്താം. അതുകൊണ്ടാണ് അതിന്റെ 3-ാമത്തെ അധ്യായത്തിലും മുമ്പോട്ട് എല്ലായിടത്തും നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തരുത് എന്ന് എബ്രായ ലേഖന കർത്താവ് തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ അത് അനേക വാക്കുകൾ കൂടി പറഞ്ഞു, ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് പോകുന്നില്ല. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കീഴ്പ്പെടുമ്പോൾ നമ്മൾ ആത്മീയരായിട്ട് വളരപ്പെടുന്നു, ദൈവത്തിന്റെ ജീവൻ നമ്മൾ കൂടി ഒഴുകുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ജഡീകരായിട്ട് നമ്മൾ തുടരുന്നു. അങ്ങനെ ജഡീകമായിട്ടൊരു സഭയിൽ നമുക്ക് ഒരിക്കലും ആത്മീയമായ കാര്യങ്ങൾ പോലും പഠിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അല്ലെങ്കിൽ ജഡീകരായിട്ടുള്ള വ്യക്തികൾ കൂടുതലുള്ള സഭയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് എബ്രായ ക്രിസ്ത്യാനികളുടെ ഇതൊക്കെ പറയുമ്പോൾ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനായിട്ട് അനേക കാര്യങ്ങളുണ്ട്, എന്നാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ കാരണം, കാലം വെച്ച് നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ അവൻ ശിശുവല്ലോ, കട്ടിയുള്ള ആഹാരം അവന് കഴിക്കാനായിട്ട് കഴിയത്തില്ല. നേരം പാൽ കുടിക്കുന്ന ശിശുവിനെ സംബന്ധിച്ചിടത്തോളം നോർമലാണെങ്കിൽ, ആത്മീയമായിട്ട് വളരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കട്ടിയായിട്ടുള്ള ദൈവവചന ഉപദേശങ്ങൾ, ദൈവത്തിന്റെ ദൈവിക പണിയെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഇവർക്ക് മനസ്സിലാവുകയില്ല, ഇത് ഇവർക്ക് ദഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവർക്ക് പാലായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുകയുള്ളൂ. എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, അങ്ങനെ ആ രീതിയിൽ അവർ തുടർച്ചയായിട്ട് മുമ്പോട്ട് ജഡത്തെ അനുസരിച്ച് മുമ്പോട്ട് പോയാൽ അവർ സ്പിരിച്വലായിട്ട് മരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിന് തന്നെ മുമ്പോട്ട് പോകുമ്പോൾ എബ്രായ ലേഖന കർത്താവ് പറയുന്നു. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ പൗലോസുമായുള്ള വാണിംഗ് കൊടുക്കുന്നുണ്ട്. അന്നേരം അതൊരു ഡേഞ്ചറസ് കാര്യമാണ്. ജഡീകരായിട്ടുള്ള വ്യക്തികൾ മുമ്പോട്ട് ആ രീതിയിൽ തന്നെ പോയാൽ ഒരു പോസിബിലിറ്റി നഷ്ടപ്പെട്ടു പോകാനായിട്ടുണ്ട്.
പക്ഷെ ജഡീകരം എന്ന് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവർ തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ദൈവസഭകളിലൊക്കെ ഉണ്ട്. ആദിമ ദൈവസഭകളിലും അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ അതിനെപ്പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. നേരെ മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ജീവനിൽ നിറയപ്പെടാതെ, ക്രൂശ് എടുക്കാതെ, ദൈവവചനത്തിന് മുമ്പിൽ കീഴ്പ്പെടാതെ, തങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താതെ ആത്മീയമായിട്ട് വേണ്ട. ഞാൻ പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തിയറിറ്റിക്കലി മനസ്സിലാക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ പണിയപ്പെടാത്തവരായിട്ട് ദൈവസഭയിൽ തന്നെ തുടരും. പണിയപ്പെടാത്ത കല്ലുകളായിട്ട്, ഒരു ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് മുഴച്ചു നിൽക്കുന്ന കല്ലുകളായിട്ട് അവർ നിൽക്കും. പണിയപ്പെടാത്തില്ലെങ്കിൽ പൊടിഞ്ഞു തീരാത്ത ഗോതമ്പ് മണികളായിട്ട് അവർ ഒരപ്പത്തിൽ ശേഷിക്കും. അവർ ആ അപ്പത്തിന്റെ ഭാഗം തന്നെയാണ്. അതേപോലെ തന്നെ എന്ത് പറഞ്ഞിരിക്കുന്നത്, തലയാൽ നിയന്ത്രിക്കപ്പെടാത്ത, ആത്മാവിനാൽ നടത്തപ്പെടാത്ത, കർത്താവിന്റെ ജീവൻ നിറഞ്ഞ് ദൈവിക ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയാത്ത ശരീര അവയവങ്ങളായിട്ട് അങ്ങനെയുള്ള വ്യക്തികൾ നിൽക്കും. അങ്ങനെയുള്ള വ്യക്തികൾ കൂടുതലാകുമ്പോൾ ആ സഭ ഇവഞ്ച്വലി ഒരു കാർണൽ ചർച്ചായിത്തീരും, ഒരു ജഡീക സഭയായിത്തീരും. ആ സഭയിൽ നമുക്ക് പലപ്പോഴും ആത്മീയ വചനങ്ങൾ പഠിപ്പിക്കാനായിട്ട് കഴിയില്ല. ഇതേ കാര്യം പൗലോസ് ഒരു ജഡീക സഭ എടുത്ത് പറയുന്നുണ്ട്, കൊരിന്ത സഭ എടുത്ത് പറയുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല, എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ കാരണം നിങ്ങൾ ജഡീകരാണ്. 1 കൊരിന്ത്യർ അതിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. അതിന്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, 3-ാമത്തെ അധ്യായം. എന്നാൽ സഹോദരന്മാരെ, 3:1, എനിക്ക് ആത്മീയന്മാരോട് എന്നതുപോലെയല്ല, ജഡീകന്മാരോട്, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് അത്ര എന്ന പോലെ എത്രയും നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾ കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. അന്നേരം തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ആത്മീകന്മാരുടെ ആത്മീകമായത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവസഭയെ പറ്റിയുള്ള പണിയെപ്പറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി എനിക്ക് പറയാനായിട്ട് ആഗ്രഹമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ കാര്യം ഫേസ് ചെയ്തിട്ടുള്ള, ഒരു യഥാർത്ഥത്തിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന എല്ലാ വ്യക്തികളും ഇത് ഫേസ് ചെയ്യുന്നതാണ്. ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ളതാണ്. പലയിടത്തും നമുക്ക് പല കാര്യങ്ങളും പറയാനായിട്ട് കഴിയത്തില്ല. അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ല, അവർക്ക് വളരെ ബേസിക് കാര്യങ്ങളിൽ നിൽക്കുന്നതാണ് താല്പര്യം. അന്നേരം അങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ടവർ തന്നെയാണ്, പക്ഷെ ദേ ആർ കാർണൽ ക്രിസ്ത്യൻസ്. അന്നേരം അങ്ങനെയുള്ള വ്യക്തികൾ കൂടുന്ന സഭകൾ എന്ന് പറഞ്ഞാൽ അതും ദൈവസഭകളാണ്, എന്നാൽ അവർ ജഡീകമായിട്ടുള്ള സഭകളാണ്. ഞാൻ ഈ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ദൈവിക ശുശ്രൂഷകൾ നടക്കത്തില്ല എന്ന് പറഞ്ഞില്ല. അവിടെയും പാട്ട് പാടുന്നവർ കാണും, പ്രസംഗിക്കുന്നവർ കാണും, അവിടെയും ആരാധന കാണും. എല്ലാ കാര്യങ്ങളും ഈ രീതിയിലുള്ള ഫോം അവിടെ തന്നെ നിലനിൽക്കും. പക്ഷെ അതൊന്നും ദൈവിക ജീവൻ എന്നാവുകയില്ല. കാരണം ദൈവിക ജീവനിൽ ആ വ്യക്തികൾ കൂടി ഒഴുകുന്നില്ല. അവർ കാർണൽ ആൾക്കാരാണ്. ഇപ്പൊ കൊരിന്ത്യ സഭയിലും പുതിയ നിയമത്തിൽ തന്നെ അങ്ങനെ 2 സഭകളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യ സഭ, ഒന്ന് ഗലാത്യ സഭ. ഈ 2 ജഡീക സഭകളായിരുന്നു. കൊരിന്ത്യ സഭയിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഗലാത്യ സഭയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും അത് ജഡീകരാണ്. കാരണം അവർ ജഡത്തിന്റെ ശക്തിയിൽ കൂടി വിശുദ്ധി പ്രാപിക്കാനായിട്ട് ശ്രമിച്ചാണ്. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, അത് വേറൊരു സബ്ജക്റ്റ് ആകുന്നു. ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ദൈവസഭകളിലും കാർണൽ ചർച്ചസിലും ദൈവത്തിന്റെ ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ നടക്കും, പക്ഷെ അത് ദൈവിക ജീവൻ ഉണ്ടാവുകയില്ല. ദൈവിക ജീവൻ അതിന് ഉള്ളൊരു ഓൾട്ടർനേറ്റീവ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ സ്വാഭാവിക ജീവനാണ്. നമ്മുടെ സൂക്കെ എന്ന് പറയുന്നിരിക്കുന്നത് നമ്മുടെ ദേഹീപരമായിട്ടുള്ള ജീവനാണ്. അന്നേരം പാട്ട് പാടാൻ കഴിവുള്ളവർക്ക് അവിടെ പാട്ട് പാടാനായിട്ട് കഴിയും, പ്രസംഗിക്കാനായിട്ട് കഴിവുള്ളവർ, അന്നേരം അവരുടെ ടാലൻസ് ആയിരിക്കും അവിടെ പ്രദർശിക്കുന്നത്. ഇതൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ അക്സെപ്റ്റഡ് അല്ല. ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അക്സെപ്റ്റഡ് ആവുന്നത് ദൈവിക ജീവനിൽ നിറഞ്ഞിട്ടുള്ള ശുശ്രൂഷകൾ മാത്രമാണ്. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, കാർണൽ ചർച്ചസും കാർണൽ വ്യക്തികളും എല്ലാ കാലത്തുമുണ്ട്, ആദിമ സഭയിലും ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ അങ്ങനെയുള്ള സഭകൾ കുറവായിരുന്നു. നമ്മൾ പൗലോസ് എഴുതുന്ന എഴുത്തുകളിൽ 2 സഭകൾ മാത്രമേ കാർണൽ സഭകളായിട്ട് കർത്താവ് അഡ്രസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ഥിതി മാറി. ഒരുപാട് ദിവസം എഴുതുമ്പോൾ 2 സഭകൾ മാത്രമേ ആത്മീയ സഭകൾ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരെല്ലാം കാർണലായിരുന്നു. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതൊരു ദൈവിക പദ്ധതി എന്നുള്ള ഫോൾ, ഇല്ലെങ്കിൽ ആ ഡിക്ലിനേഷന്റെ ഒരു കാര്യമാണ് കാണിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പലയിടത്തും കാർണൽ സഭകളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ദൈവിക വചനങ്ങൾ ആ രീതിയിൽ പ്രസംഗിക്കാനായിട്ട് കഴിയാതെ വരുന്നു. അങ്ങനെ കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞു. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ പോപ്പുലർ പ്രീച്ചേഴ്സിന്റെ ഒക്കെ പ്രസംഗം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലതും എന്ത് പറഞ്ഞിരിക്കുന്നത്, കർണരസകമാരമായിട്ടുള്ള പ്രസംഗങ്ങളാണ്, ഇല്ലെങ്കിൽ ഔട്ട്സൈഡ്, ഇല്ലെങ്കിൽ പരീക്ഷ വിശുദ്ധിയെ പറ്റിയുള്ള പ്രസംഗങ്ങൾ. ഇതാണ് എല്ലാവർക്കും താല്പര്യം. അതേസമയം ദൈവത്തിന്റെ ട്രൂ ഗ്രേസിന്റെ ടീച്ചിങ് പല ആൾക്കാർക്കും താല്പര്യമില്ല. കാരണം അത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അന്ന് തന്നെ പൗലോസ് പറഞ്ഞു. ഞാൻ ഇതിനെ മുമ്പോട്ട് പോട്ടെ. അന്നേരം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല വ്യക്തികൾക്കും
ഒരു സഭയായിട്ട്, ഒരു ശരീരമായിട്ട് പണിയപ്പെടാൻ തടസ്സമായിരിക്കും. അവർ വീണ്ടും ജനിക്കാത്തത് കൊണ്ടല്ല, അവർ വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ടല്ല, അവർ പണിയാൻ വേണ്ടിയിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇല്ലെങ്കിൽ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ദൈവസഭയുടെ ആക്റ്റീവായിട്ടുള്ള ശരീരത്തിന്റെ ഭാഗമായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇതിന്റെ ഒരു നെഗറ്റീവ് വശമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എങ്ങനെയാണ് പണിയപ്പെടാനായിട്ട് കഴിയുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് കഴിയുന്നത്? അന്നേരം പൗലോസ് ഇത് ആത്മീക സഭകൾക്ക് ഇത് വിശദീകരിക്കുന്നുണ്ട്. കാർണൽ ചർച്ചസിന്റെ അടുത്ത് ഇത് വിശദീകരിച്ചിട്ട് കാര്യമില്ല. കാർണൽ സഭയിൽ പല വിഷയങ്ങളും പൗലോസിന് അഡ്രസ് ചെയ്തിട്ടുണ്ട്. കൊരിന്ത് സഭയിലൊക്കെ പൗലോസിന് പല വിഷയങ്ങൾ അഡ്രസ് ചെയ്യാനുണ്ട്. അതിന്റെ കൂട്ടത്തിൽ പൗലോസ് പറയുന്നുണ്ടെങ്കിലും ഒരു പ്രധാന വിഷയമായിട്ടല്ല ഇത് പറയുന്നത്. എന്നാൽ ആത്മീക സഭകളുടെ അടുത്ത് പറയുമ്പോൾ പൗലോസിന്റെ പ്രധാന വിഷയം തന്നെ എങ്ങനെ ആത്മീക സഭയായിട്ട് ബിൽഡ് ചെയ്യപ്പെടാമെന്നും എങ്ങനെ കർത്താവിന്റെ തലയോളം വളരാമെന്നുള്ളതാണ്. അത് നമ്മൾ രണ്ട് സഭകൾ ഏറ്റവും പ്രധാനമായിട്ട് ആത്മീക സഭകളായിട്ട് പൗലോസ് കണ്ടതുകൊണ്ട്, അത് ഒന്ന് എഫേസ്യ സഭയും ഒന്ന് കൊലോസി സഭയും. അന്നേരം കൊലോസി സഭയെടുത്ത് പൗലോസ് എഴുതുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അന്നേരം അതിൽ പൗലോസ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. കൊലോസി ലേഖനം ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോസ്തലന്മാരെല്ലാം അവരുടെ ഉപദേശം ഒരേ ഓർഡറിലാണ് എഴുതുന്നത്, പല രീതിയിലാണ്. അന്നേരം അത് അങ്ങനെ തന്നെയാണ് കൊലോസി സഭയിലും പൗലോസ് എഴുതുന്നത്. അന്നേരം കൊലോസി സഭയിൽ പൗലോസ് അതിന്റെ ഓർഡർ ഓഫ് സാൽവേഷൻ പത്രോസ് പറഞ്ഞതുപോലെ വേറൊരു രീതിയിൽ പറയാണ്. അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഇതിന് മുമ്പിലത്തെ വാക്യങ്ങളൊക്കെ വായിക്കേണ്ടതാണെങ്കിൽ ഞാനിത് വിഷയമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഞാൻ പറഞ്ഞു. അന്നേരം ആദ്യം പൗലോസ് അവരത്തും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ പാപ സ്വഭാവം നീക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ ക്രൂശിലുള്ള ഒരു പരിച്ഛേദനയിൽ കൂടി നിങ്ങളുടെ പാപ സ്വഭാവത്തെ കർത്താവ് കട്ട് ചെയ്ത് കളഞ്ഞു. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ചു എന്നുള്ളത് പൗലോസ് വേറൊരു രീതിയിൽ, വേറൊരു മെറ്റഫോറിൽ കൂടി പറയാണ്. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയിൽ ലഭിച്ചു. വേറെ ട്രാൻസ്ലേഷനിൽ ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ നിങ്ങളുടെ പാപ സ്വഭാവം ഉരിഞ്ഞു കളയപ്പെട്ടതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ പരിച്ഛേദന ലഭിച്ചു, നിങ്ങളുടെ പാപ സ്വഭാവം മാറ്റപ്പെട്ടു, കർത്താവിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങൾ പുതിയ മനുഷ്യനായിട്ട് ഉയർത്തെഴുതി. അതാണ് 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മ നിമിത്തവും മരിച്ചവരായിരുന്നു നിങ്ങളെയും ദൈവം അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ചു, നമുക്ക് പ്രതികൂലമായ ചട്ടങ്ങളുടെ കയ്യെഴുത്ത് മായ്ച്ചു കളഞ്ഞു, ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കി ആ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, അവരുടെ മേൽ ജയോത്സവം ആഘോഷിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഇത് യേശു ക്രിസ്തു ക്രൂശിൽ നേടിത്തന്ന ആ വിക്ടറിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ വിശ്വസിക്കുന്നതിൽ കൂടി നമ്മൾ ആ പാപ സ്വഭാവത്തിൽ നിന്നും പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നു എന്നുള്ളതാണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അങ്ങനെ വിടുവിക്കപ്പെട്ട വ്യക്തികൾ, പത്രോസ് പറഞ്ഞിരിക്കുന്ന പോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഡിവൈൻ ലൈഫ് ലഭിച്ച് വീണ്ടും ജനിച്ച വ്യക്തികൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എല്ലാ വാക്യങ്ങളും പറയേണ്ടതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോവാണ്. അങ്ങനെ തലയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയി കഴിയുമ്പോൾ ആ തലയിൽ മുറുകെ പിടിക്കാതെ ജഡീയമായിട്ടുള്ള വിശുദ്ധിയൊക്കെ ഉപദേശിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ ഒഴിഞ്ഞു മാറണമെന്ന് അവിടെ പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുകയാണ്. അവർ വളരെ താഴ്മ അഭിനയിക്കുന്നവരാണ്. അവർ പുറമേയുള്ള പല പറഞ്ഞിരിക്കുന്നത് ഡിസിപ്ലിനും പഠിപ്പിക്കുന്നവരാണ്. എന്നാൽ അവർ യഥാർത്ഥത്തിൽ തലയിൽ മുറുകെ പിടിക്കുന്നവരല്ല. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് 19-ാമത്തെ വാക്യം. ക്രിസ്തുവാകുന്ന തലയെ മുറുകെ പിടിക്കാതിരിക്കുന്ന ഒരുവനും നിങ്ങളെ കവർന്നു കളയരുത്. തലയിൽ നിന്നല്ലോ, അല്ലെങ്കിൽ തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധി ഞരമ്പുകളെയും പോഷിപ്പിച്ച് ഒന്നായി ചേർന്ന് ദൈവവർദ്ധനയ്ക്കായി ആത്മീയമായ വളർച്ച പ്രാപിക്കുന്നത്. ഈ നമ്മുടെ ട്രാൻസ്ലേഷൻ തലയാവിൽ നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവീകമായിട്ടുള്ള വളർച്ചയാണ്, ഒരു ജീവനിലുള്ള നിറവാണ്. ഇല്ലെങ്കിൽ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സന്ധികളിൽ കൂടിയും ഞരമ്പുകൾ കൂടിയും ഒഴുകുമ്പോൾ ഓരോ വ്യക്തിക്കും ചൈതന്യം ലഭിക്കുന്നു. ഓരോ വ്യക്തിയും ദൈവികം ആത്മീയമായിട്ട് വളരുന്നു. അവരുടെ ജഡത്തെ അവർ ക്രൂശിക്കുന്നു. അതാണ് 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ജഡത്തെ മരിപ്പിക്കുന്ന കാര്യമൊക്കെ പറയുന്നത്. എല്ലാം ഒരേ കാര്യമാണ് പറയുന്നത്. അങ്ങനെ വളരുന്ന വ്യക്തികൾ എന്താണ്? അവർ ഏകീഭവിച്ച് ഒന്നായി തീർന്ന് ദൈവത്തിന്റെ ജീവൻ ലെവൽ കൂടി ഒഴുകി അവർ ആത്മീയമായിട്ടുള്ള വളർച്ച പ്രാപിക്കുന്നതാണ്. അന്നേരം ഇങ്ങനെ ഓരോ വ്യക്തികൾ ഇൻഡിവിജ്വലായിട്ട് ആത്മീയമായിട്ട് വളരുമ്പോൾ അവർ ഇൻഡിവിജ്വലി വളരുക മാത്രമല്ല, ദൈവസഭ ആത്മീയമായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇൻഡിവിജ്വൽ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ദൈവസഭയുമായി വേർപെട്ടൊരെണ്ണം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അങ്ങനൊരു സ്പിരിച്വൽ ഗ്രോത്ത് പഠിപ്പിക്കുന്നില്ല ബൈബിൾ. അതെപ്പോഴും ഒരു ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ടാണ്.
അങ്ങനത്തെ ഒരു ദൈവസഭ, യഥാർത്ഥത്തിലുള്ള ദൈവവചനം പഠിപ്പിക്കുന്നവരായിരിക്കണം യഥാർത്ഥത്തിലുള്ള ദൈവസഭയിലെ ശുശ്രൂഷകളോട് വെളിപ്പെടണം. അത് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറയാം. എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളുടെ ആത്മീയത എന്ന് പറയുന്നത് നമ്മളുടെ മാത്രം ആത്മീയതയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാനും ദൈവവും മാത്രം കണക്ക് കൊടുക്കേണ്ട ഒരു കാര്യമായിട്ടല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്നേരം ഞാൻ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നില്ലെങ്കിൽ, ഞാൻ കർത്താവിന്റെ ജീവനിൽ നിറയുന്നില്ലെങ്കിൽ, ഞാനൊരു ആക്റ്റീവ് അവയവമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അത് എന്നെ മാത്രമല്ല ബാധിക്കുന്നത്, ദൈവസഭയുടെ പണിയെ അത് ബാധിക്കുന്നു. അത് ശരീരത്തിന്റെ മുഴുവനുള്ള ആത്മീയ വളർച്ചയെ അത് ബാധിക്കുന്നുണ്ട്. ഒന്നുകിൽ അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ. അന്നേരം നമ്മൾ ആത്മീയമായിട്ട് വളരുകയാണെങ്കിൽ നമ്മളത് പോസിറ്റീവായിട്ട് അവിടെ പ്രതിഫലിക്കുന്നു. ഇല്ലെങ്കിൽ ആ ശരീരത്തിന്റെ മുമ്പോട്ടുള്ള മൂവ്മെന്റിനെ അത് തടസ്സപ്പെടുന്നു. അത് പണിയപ്പെടാത്ത ഒരു കല്ല് ഒരു ബിൽഡിങ്ങിൽ ഉള്ളതുപോലെ അത് അതിന്റെ മൊത്തത്തിലുള്ള പണിയെ അത് ഓക്വേർഡാക്കുന്നത് പോലെ, ഒരു തലയ്ക്കനുസരിതമായിട്ട് എല്ലാ ശരീരങ്ങളും വർക്ക് ചെയ്യുമ്പോൾ ഒരു ശരീരം, ഒരു അവയവഭാഗം വേറെ രീതിയിൽ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു തളർന്ന കൈയാണെങ്കിൽ അത് ആ ശരീരത്തെ മുഴുവൻ ബാധിക്കുന്നത് പോലെ, ഒരു പൊടിഞ്ഞു ചേരാത്തൊരു ഗോതമ്പ് മണി ഒരു അപ്പത്തിൽ ഒരു ഇടർച്ചയായിത്തിരിക്കുന്നത് പോലെ, ഇങ്ങനെയുള്ള ജഡീകർ എല്ലാ സമയത്തും ദൈവസഭകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ്. അന്നേരം അവരെ യഥാർത്ഥത്തിൽ ഡീൽ ചെയ്യേണ്ടതാണ് ദൈവവചനം വെച്ചിട്ട്. അത് ഞാനതിലേക്ക് പോകുന്നില്ല. പലപ്പോഴും പല സഭകളിലും അത് അവർ അവരുടെ തെറ്റുകൾ അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ആ സഭ മൊത്തത്തിൽ ജഡീകരാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. അതാണ് കൊരിന്ത്യർ സഭയിൽ വന്നത്. കൊരിന്ത്യർ സഭയിൽ ഏത് ജഡീകനും എങ്ങനെയും ജീവിക്കാൻ പറ്റുന്നത്. കാരണം അവരുടെ ഒരു നേതാവ് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് പൗലോസിന് ഇടപെട്ടിട്ട് പല കാര്യങ്ങളും അവിടെ കറക്റ്റ് ചെയ്യേണ്ടി വന്നു. അന്നേരം ഒരു ആത്മീയ സഭയിലും ജഡീകന്മാരുണ്ടെങ്കിലും ആ ജഡീകന്മാരെ ദൈവവചനം വെച്ചിട്ട് അവിടുത്തെ എൽഡേഴ്സ് കറക്റ്റ് ചെയ്യും. ദൈവത്തിന്റെ സ്നേഹത്തിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കറയപ്പെടും. ഒന്നുകിൽ അവർ നേരം പണിയപ്പെടും, ഇല്ലെങ്കിൽ ഒരു ഇടർച്ചയായിട്ട് ചിലപ്പോൾ അവർ പുറത്തു പോകും. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയാണ് ഒരു ആത്മീയ സഭയും ജഡീക സഭയും ഉണ്ടാകും. അന്നേരം ആദിമസഭയിൽ കൊലോസ്യ സഭ, എഫെസ്യ സഭയൊക്കെ ആത്മീയ സഭകളായിരുന്നു, ആത്മീയമായിട്ട് വളരപ്പെടുന്ന സഭകളായിരുന്നു. എന്നാൽ കൊരിന്ത്യർ സഭ, ഗലാത്യ സഭയൊക്കെ ജഡീക സഭയായിരുന്നു. നമ്മൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മളായിരിക്കുന്ന സഭ, ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞിരിക്കുന്ന ഉപദേശ രൂപങ്ങളൊക്കെ കൃത്യമായാലും ചിലപ്പോൾ ജഡീകമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുന്ന ഉപദേശ രൂപങ്ങൾ കൃത്യമായിരിക്കണം. ഞാൻ അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അതിന്റെ മെയിൻ പോയിന്റ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഞാനിത് ഇത്രയും പറഞ്ഞത് ഞാൻ എൻ്റെ പ്രധാന വിഷയങ്ങളിലേക്ക് കടന്നില്ല. ഈ കാര്യങ്ങൾ പറയാതെ പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അന്നേരം ഇങ്ങനെ ആത്മീയമായിട്ട് വളരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ജീവൻ മാനിഫെസ്റ്റ് ചെയ്യും. അത് മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കത്തില്ല. ആ മാനിഫെസ്റ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അത് ആത്മാവിന്റെ ഫലങ്ങളായിട്ടും ആത്മാവിന്റെ വരങ്ങളായിട്ടുമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇതാണ് മുമ്പോട്ട് പറയാനായിട്ട് കുറച്ചുകൂടി വിശദീകരിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അന്നേരം ആത്മാവിന്റെ ഫലങ്ങളായിട്ട് ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടും. അത് നമ്മുടെ സ്വഭാവം, നമ്മുടെ നല്ല നോർമൽ, നമുക്ക് നല്ല സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും, അതിനെപ്പറ്റിയൊന്നുമല്ല. ദൈവത്തിന്റെ ജീവനിൽ നിന്നും നമ്മുടെ നോർമൽ സ്വഭാവത്തിന് അപ്പുറമായിട്ട് ആത്മാവിന്റെ ഫലങ്ങൾ ദൈവത്തിന് നാം പുറപ്പെടുവിക്കാനായിട്ട്. അങ്ങനെയുള്ള ആത്മാവിന്റെ ഫലങ്ങൾ, ഇല്ലെങ്കിൽ അതിനെ ദൈവവചനത്തിൽ വേറെ രീതിയിൽ ഗുഡ് വർക്ക്സ് എന്ന രീതിയിലും പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ. നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നതും ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നതും ഏകദേശം ഒരേ സോഴ്സിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് കാണുമ്പോൾ ദൈവത്തിന്റെ നാമമാണ് മഹത്വപ്പെടുന്നത്. ഇപ്പം നമ്മുടെ ഒരു നല്ല സ്വഭാവമാണെങ്കിൽ നമ്മളെ ഓരോ നല്ല മനുഷ്യൻ ആൾക്കാർ പറഞ്ഞേക്കാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലമാണെങ്കിൽ ദൈവത്തിന്റെ നാമമാണ് മഹത്വപ്പെടുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നത്, അങ്ങനെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നതിൽ കൂടി പെടുന്ന ഒരു നല്ല പ്രവർത്തിയാണ് അവിടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പറയാണ്, 15-8 പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുത്തുന്നു പറയാണ്. എങ്ങനെയാണ് ഫലം കായ്ക്കുന്നുള്ളത് 15-2 പറയുന്നുണ്ട്. എന്നിൽ വസിപ്പിൽ ഞാൻ നിങ്ങളിൽ വസിക്കും, കൊമ്പിന് മുന്തിരികളിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തലയിൽ കണക്റ്റഡായി തലയിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ദൈവസഭയിലെ അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങളുണ്ടാകും, ആത്മാവ് നല്ല പ്രവൃത്തികളും ഉണ്ടാകും. അതുവഴി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ നാച്ചുറലാണ്. അത് തന്നെയാണ് ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലും ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ എന്ന് പറഞ്ഞ് ആ ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി പറഞ്ഞു. ഇതെല്ലാം ആത്മാവ്, ദൈവത്തിന്റെ ജീവൻ ഒരു വ്യക്തിയിൽ കൂടി ഉണ്ടാകുമ്പോഴുള്ള ആ ജീവന്റെ മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് പുറത്തു വരുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഒരു ശരീരമായിട്ട് രൂപാന്തരപ്പെടും. അവർ കുടുംബത്തിലും അവരുടെ സഭയിലും ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ദൈവസഭ, അങ്ങനെയുള്ള വ്യക്തികൾ ചേരുന്ന ദൈവസഭകളാണ് ആത്മീക ദൈവസഭകളായിരിക്കുന്നത്. അങ്ങനെയുള്ളിടത്താണ് ദൈവത്തിന്റെ വചനം യഥാർത്ഥ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് ഞാൻ മുമ്പോട്ട് പോട്ടെ. എന്നിട്ട് ഈ പത്രോസിന്റെ ലേഖനത്തിലാണ് നമ്മൾ പറഞ്ഞത്. പത്രോസ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്.
പത്രോസ് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, രണ്ട് പണികളെ പറ്റി, രണ്ട് രീതിയിൽ പണിയപ്പെടുന്നതിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, മനുഷ്യരെ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ആത്മീക ഗൃഹമായി പണിയപ്പെടുന്നു. ഞാനത് ഡിവൈഡ് ചെയ്ത് പറയാണ്. രണ്ടാമത് പറയാണ്, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇതിലെ രണ്ട് പണിയെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ദൈവസഭയോട് ചേർന്ന് നമ്മൾ ഒരു ബിൽഡിംഗ് ആയിട്ട് പണിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ്, വിശുദ്ധ പുരോഹിത വർഗമായിട്ട് ദൈവസഭയിൽ ശുശ്രൂഷകരായിട്ടും പണിയപ്പെടുന്നു. ഇതാണ് ഞാൻ എംഫസൈസ് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം. അന്നേരം ആത്മീയ ബിൽഡിങ്ങിന്റെ പണിയായിട്ട് പണിയപ്പെടുന്നുണ്ട്, പുരോഹിത വർഗമായിട്ട് പണി. അന്നേരം ബിൽഡിങ്ങിന്റെ പണിയായിട്ട് പണിയപ്പെടുന്നത് ഞാൻ പറഞ്ഞു, നമ്മളുടെ ആത്മാവിന്റെ ഫലങ്ങൾ അതിന്റെ ഒരു എവിഡൻസ് ആണ്. നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ ശരീരമായിട്ട് പണിയപ്പെടുന്നു എന്നുള്ളത്. പുരോഹിത വർഗമായിട്ട് നമ്മൾ പണിയപ്പെടുന്നത് നമ്മളുടെ ശുശ്രൂഷകൾ കൂടിയാണ്, നമ്മളുടെ ഗിഫ്റ്റിൽ കൂടിയാണ്. ഞാൻ മുമ്പോട്ട് അത് വിശദീകരിക്കാം. അന്നേരം ഒരു ദൈവസഭയിൽ ദൈവത്തിന്റെ ജീവൻ വെളിപ്പെടുന്ന ദൈവസഭയിലെ വ്യക്തികളിൽ രണ്ട് കാര്യങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെടും. അത് ഒന്ന് ആത്മാവിന്റെ ഫലവും, രണ്ടാമത്തേത് ആത്മാവിന്റെ വരങ്ങളുമാണ്. ആ വരങ്ങളിൽ ചിലത് കരിസ്മാറ്റിക് ഗിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നോൺ കരിസ്മാറ്റിക് ഗിഫ്റ്റുകളുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ഈ കൃപാവരങ്ങളെ പറ്റിയുള്ള പഠനം അല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. പക്ഷെ ഈ കൃപാവരങ്ങൾ കൊണ്ടാണ് ദൈവസഭയിലെ ഓരോ വ്യക്തികളും ദൈവസഭയിലെ ശുശ്രൂഷകന്മാരായി തീർന്ന് ദൈവസഭയിൽ പുരോഹിത വർഗമായിട്ട് അവർ പണിയപ്പെടുന്നു. ഇത് പെട്ടെന്ന് ഞാനിത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ വരങ്ങളും അതിന്റെ സോഴ്സ് ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താവിന്റെ ജീവന്റെ രണ്ട് രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ ആണ്. ഒന്ന് ആത്മാവിന്റെ ഫലങ്ങൾ, ഒന്ന് ആത്മാവിന്റെ വരങ്ങൾ. എന്നാൽ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് റിസീവ് ചെയ്യുന്നതും എക്സസൈസ് ചെയ്യുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതൊന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ, അല്ലെങ്കിൽ അത് പിന്നീട് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട്. ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിൽ അബൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഗ്രാജുവലായിട്ടുണ്ടാവുന്നതാണ്. നമുക്കറിയാം, ഫലങ്ങൾ എപ്പോഴും ഗ്രാജുവലാണ്, പെട്ടെന്നൊരു ഫലം ഉണ്ടാവത്തില്ല. ആ ജീവന്റെ മാനിഫെസ്റ്റേഷൻ ആയിട്ട് പതുക്കെ ഉണ്ടാവുന്നതാണ്. അന്നേരം ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞിരിക്കും നമ്മുടെ ജീവിതത്തിലെ കർത്താവിന്റെ സ്വഭാവത്തിന്റെ വെളിപ്പെടലാണ്. അത് ഗ്രാജുവലാണ്, എപ്പോഴും ഇത് ഗ്രാജുവലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ പറഞ്ഞിരിക്കുന്നത് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു പറയുന്നത്. എന്നാൽ ആത്മാവിന്റെ വരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ജീവൻ എന്നുള്ളത് തന്നെയാണ്, പക്ഷെ അത് സ്പോണ്ടേനിയസ് ആണ്. അതൊരു അബൈഡിങ് ഫെയ്ത്തിൽ കൂടി ഉണ്ടാവുന്നതല്ല, അതൊരു ആക്റ്റീവ് ഫെയ്ത്തിൽ കൂടി തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ ഫലങ്ങൾ സീസ് ചെയ്യപ്പെടും. നമ്മൾ കർത്താവിൽ വസിച്ചില്ലെങ്കിൽ നമ്മളിൽ ഫലങ്ങൾ നിന്നു പോകും. നമ്മൾ ആത്മാവിന്റെ ഫലം ഉണ്ടാവത്തില്ല, അത് നിന്നു പോകാനായിട്ടുള്ള സാധ്യത. എന്നാൽ ആത്മാവിന്റെ വരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സീസ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയില്ല. അങ്ങനെ സീസ് ചെയ്യപ്പെടുമെന്ന് ദൈവം പഠിപ്പിക്കുന്നില്ല. അങ്ങനെ സീസ് ചെയ്യപ്പെടുകയില്ല, ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുകയില്ല എന്നുള്ള സൂചന തരുന്ന വാക്കുകൾ റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിന്റെ വരങ്ങൾ എന്നുള്ളത് തിരിച്ചെടുക്കുന്നതല്ല, അത് ഇറവോക്കബിൾ ആണെന്ന് പറയുന്നുണ്ട്, ഇത് തിരിച്ചു പോവാത്തതാണെന്ന് പറയുന്നത്. ഞാൻ എന്താണ് ഇത് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ആത്മീയനെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മാവിന്റെ വരങ്ങൾ കൊണ്ടല്ല. ആ വരങ്ങൾ ഈവൻ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ പോലും ആ വ്യക്തി പിന്മാറ്റത്തിൽ പോയാൽ പോലും, ആ വ്യക്തി ഈവൻ നഷ്ടപ്പെട്ടു പോയാൽ പോലും ചിലപ്പോൾ ആ വരങ്ങൾ ആ വ്യക്തിയിൽ തുടരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ അങ്ങനെയല്ല. ദൈവത്തിൽ അബൈഡ് ചെയ്യാത്ത വ്യക്തികളിൽ നിന്ന് ആത്മാവിന്റെ ഫലങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ജഡത്തിന്റെ പ്രവൃത്തികൾ ആ വ്യക്തിയിൽ വെളിപ്പെടുകയും ചെയ്യും. അന്നേരം ഒരു ആത്മീയനെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു വ്യക്തി ആത്മീയ വ്യക്തിയാണോ നിങ്ങളാണ് മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ ശുശ്രൂഷയിൽ നിന്നല്ല. ആ വ്യക്തിയുടെ ശുശ്രൂഷ ഈവൻ ചിലപ്പോൾ ആ വ്യക്തി കള്ളത്തരത്തിൽ കാണിക്കുന്നതായിരിക്കാം, പൈശാചിക ശക്തി കാണിക്കുന്നത്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഈവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെങ്കിൽ പോലും ആ വ്യക്തി ആത്മീയനാണ് എന്നുള്ളതിന് തെളിവതല്ല. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു അത് വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാം. അവിടെ പറഞ്ഞിരിക്കുന്നത് കള്ളപ്രവാചകന്മാരെ പറ്റിയും അങ്ങനത്തെ യഥാർത്ഥ പ്രവാചകന്മാരെ പറ്റി പറയുന്നിടത്താണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവരെ തിരിച്ചറിയാനായിട്ട് കഴിയും, അവരുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാം. അതിന് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് വരങ്ങൾ പ്രകടിപ്പിക്കുന്ന ചിലരെ പറ്റിയും. അവർ പറയുന്നുണ്ട്, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ പ്രവചിച്ചത്, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തത്, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയത് എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് എടുത്ത് പറയുന്നത്, യു ആർ പ്രാക്ടീസിങ് ലോലെസ്നെസ്, നിങ്ങൾ അനീതി പ്രവർത്തിക്കുന്നവരാണ്, നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നത്. അന്നേരം ദൈവമായിട്ട് ബന്ധമില്ലാതെ ആത്മാവിന്റെ വരങ്ങൾ പ്രദർശിപ്പിക്കാനായിട്ട് കഴിയും. കാരണം ഒരിക്കൽ ചിലപ്പോൾ അവർ ദൈവമായിട്ടുള്ള കണക്ഷൻ ഈ വരങ്ങൾ ലഭിച്ചവരായിരിക്കാം, അവർ പിന്മാറ്റത്തിൽ പോയവരായിരിക്കാം. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അബൈഡിങ്ങിൽ നടക്കുമ്പോൾ മാത്രം. അന്നേരം ഒരു വ്യക്തി ആത്മാവിന്റെ വരങ്ങൾ ഉള്ളപ്പോൾ തന്നെ
ആ വ്യക്തിക്ക് ആത്മാവിന്റെ ഫലങ്ങൾ ഇല്ല എങ്കിൽ ആ വ്യക്തി കള്ളനാവാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. ഞാൻ പറഞ്ഞത് ആ വ്യക്തി രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ വരങ്ങൾ തന്നെ ചെയ്യുന്നതാണെങ്കിലും ആ വ്യക്തി ആത്മീയനാണെന്നുള്ളതിന്റെ തെളിവേ അല്ല. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അന്നേരം ഓക്കെ, ഞാൻ തിരിച്ചു വരട്ടെ. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ നിയമ ദൈവസഭയിൽ ആത്മാവിന്റെ ജീവൻ ഒഴുകുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവിന്റെ വരങ്ങളും ഉണ്ടാവും. അങ്ങനെ ആത്മാവിന്റെ വരങ്ങളുള്ള വ്യക്തികൾ ദൈവസഭയിലെ രാജകീയ പുരോഹിത വർഗമാണ്, ഇല്ലെങ്കിൽ രാജകീയ പുരോഹിതന്മാരാണ്. ഞാനിത് ഈ ഒരു കാര്യമാണ് പറയാനായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം വന്നത്. പക്ഷെ ഞാൻ സമയം പോയതുകൊണ്ട് മുമ്പോട്ട് ഈ കാര്യം കുറച്ച് മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. നമ്മളുടെ ഒരു തെറ്റായിട്ടുള്ള പലരുടെയും ചിന്ത എന്ന് പറയുന്നത്, പൗരോഹിത്യം എന്നുള്ളത് മാറ്റപ്പെട്ടു, പുതിയ നിയമസഭയിൽ പൗരോഹിത്യം ഇല്ല എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. പുതിയ നിയമ ദൈവസഭയിൽ പൗരോഹിത്യം ഉണ്ട് എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 4 വാക്യങ്ങളിലെങ്കിലും പുതിയ നിയമത്തിൽ നമ്മൾ പുരോഹിതന്മാരാണെന്ന് പറയുന്നത്. വെളിപാട് പുസ്തകത്തിൽ കർത്താവ് നമ്മളെ രക്തം കൊണ്ട് വീണ്ടെടുത്തത് തന്നെ രാജ്യവും പുരോഹിതന്മാരുമാക്കാനും വേണ്ടിയാണ്. അന്നേരം പുതിയ നിയമത്തിൽ പൗരോഹിത്യമുണ്ട്. എന്നാൽ പഴയ നിയമ പൗരോഹിത്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പൗരോഹിത്യമാണ് പുതിയ നിയമത്തിലുള്ളതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അന്നേരം പുതിയ നിയമത്തിലെ വിശ്വാസികളുടെ രാജകീയ പൗരോഹിത്യം എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനിത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ ഒരു ബോധ്യത്തിൽ മിക്ക സഭകളിലും 99% എന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ ലിമിറ്റഡ് അറിവിൽ ആദിമസഭയിൽ പ്രാക്ടീസ് ചെയ്തും ഇന്നത്തെ ദൈവസഭകളിൽ നഷ്ടപ്പെട്ടു പോയതും പ്രാക്ടീസ് ചെയ്യാത്തതുമായിട്ട് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസികളുടെ രാജകീയ പൗരോഹിത്യം. അന്നേരം വിശ്വാസികൾ രാജകീയ പുരോഹിതന്മാരാണെന്ന് ദൈവം പഠിപ്പിക്കുന്നു. അന്നേരം പുതിയ നിയമത്തിൽ പൗരോഹിത്യം ഉണ്ട് എന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. എന്നാൽ എന്താണ് പഴയ നിയമ പൗരോഹിത്യം പുതിയ നിയമ പൗരോഹിത്യം തമ്മിലുള്ള വ്യത്യാസം? ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമ പൗരോഹിത്യത്തെ പറ്റി യേശുക്രിസ്തുവിനെ ഒരു പുരോഹിതൻ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഏക പുസ്തകം എബ്രായ ലേഖനമാണ്. ഞാൻ എബ്രായ ലേഖനത്തിന്റെ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ടുള്ള എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ ചർച്ചിന്റെ വെബ്സൈറ്റിലിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. പക്ഷെ അവിടുത്തെ ചില കാര്യങ്ങൾ മാത്രം എടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് യേശുക്രിസ്തു പുരോഹിതനായത് എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ രാജകീയ പുരോഹിതന്മാരായതെന്നുള്ളതും നമ്മളുടെ കോളിംഗ് എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാവും. എബ്രായ ലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ. അന്നേരം ആ വാക്യങ്ങളിൽ യേശുക്രിസ്തു എങ്ങനെയാണ് പുരോഹിതനായത് എന്നുള്ളതും ആ പൗരോഹിത്യത്തിന്റെ വ്യത്യസ്തതയും പറഞ്ഞു. അന്നേരം അതിൽ പറയുന്നത് എങ്ങനെയാണ് പഴയ നിയമ പുരോഹിതന്മാരെന്ന്. 7-ന്റെ 15-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തു ഉദിച്ചത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. 15-ാമത്തെ വാക്യം, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തി. അതായത് ഈ ജഡസംബന്ധമായ കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ പുരോഹിതന്മാർ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? പഴയ നിയമ പുരോഹിതന്മാർ ഒരു ജഡസംബന്ധമായിട്ടുള്ള കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു വംശാവലി പ്രകാരം, ഒരു ജഡീകമായിട്ടുള്ള വംശാവലി പ്രകാരമായിരുന്നു അന്ന് പുരോഹിതന്മാരുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ വംശാവലി അന്ന് ഇമ്പോർട്ടന്റ് ആയിരുന്നത്. പുരോഹിതന്മാരെ തിരിച്ചറിയണമെങ്കിൽ ആ പുരോഹിതന്റെ വംശാവലിയിൽ വന്നതാണോ എന്ന് അവർ നോക്കുമായിരുന്നു. അഹരോന്റെ ഇല്ലെങ്കിൽ ലേവി ഗോത്രത്തിൽ ജനിച്ച അഹരോന്റെ ഗോത്രത്തിലുള്ള ആ വ്യക്തികളായിരുന്നു ആ വംശാവലി പ്രകാരം പുരോഹിതന്മാരായിക്കൊണ്ടിരുന്നത്. അന്നേരം ജഡീകമായിട്ടൊരു വംശാവലി കൂടെയാണ് അവർ പുരോഹിതന്മാരുന്നത്. അങ്ങനെ ആ പുരോഹിതന്മാർ ദൈവത്തിന്റെയും ജനത്തിന്റെയും നടുക്ക് നിന്നുകൊണ്ട് ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ അടുത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു പുരോഹിതന്മാർ. ഇവരൊരു മിഡിൽ മെൻ ആയിരുന്നു. എന്നാൽ ആ പൗരോഹിത്യത്തെ ദൈവം അബോളിഷ് ചെയ്തു. ആ പൗരോഹിത്യം മാത്രമല്ല, ഓൾഡ് കവനന്റിനെ അബോളിഷ് ചെയ്തു. അതോടുകൂടി ആ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാറിപ്പോയി. ഞാൻ അതിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും ആൾക്കാർ ദശാംശമൊക്കെ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. പുരോഹിതന്മാരല്ലാത്തവരും ദശാംശം വാങ്ങിക്കാൻ അധികാരമുള്ളവരാണെന്ന് പറയുന്നത്. അവർ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ പഴയ നിയമ പുരോഹിതന്മാരാണെന്നുള്ളതിന്റെ തെളിവാണ് അതിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ അതിലാണ് അവർ വിശ്വസിക്കുന്നുള്ളത്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അന്നേരം എങ്ങനെയാണ് യേശുക്രിസ്തു പുരോഹിതനായത്? അവിടെ പറഞ്ഞിരിക്കുന്ന ആണ് 15-ാമത്തെ വാക്യം, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്തല്ല അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ ഒരു പുരോഹിതൻ മൽക്കീസേദെക്കിന് സദൃശനായി ഉദിക്കുന്നു എന്ന് ഏറ്റവും അധികം ആയി തെളിയുന്നു. ഇംഗ്ലീഷിൽ വായിച്ചിരിക്കുന്ന ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ബട്ട് അക്കോർഡിംഗ് ടു ദ പവർ ഓഫ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ്. നശിച്ചു പോകാത്ത ജീവന്റെ ശക്തിയാലാണ് യേശുക്രിസ്തു പുരോഹിതനായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതോടുകൂടി യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം, നിത്യപൗരോഹിത്യം ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേരം യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ശക്തിയെ പറ്റിയാണ് അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തി, അല്ലെങ്കിൽ ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതേ ജീവനെ പറ്റിയാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത് ഇംപെരിഷബിൾ ലൈഫ് എന്ന് പറഞ്ഞത്. അതായത് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ അതേ പരിശുദ്ധാത്മാവ്
യേശുക്രിസ്തുവിനോട് കൂടെ നമ്മളെയും ഉയർപ്പിക്കുകയാണ്. അതാണ് എഫേസ്യ ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവനോട് കൂടെ നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നാൽ യേശുക്രിസ്തുവിനെ എന്ത് ശക്തിയാണോ ഉയർത്തെഴുന്നേൽപ്പിച്ചത്, ആ ശക്തിയിൽ കൂടി യേശുക്രിസ്തു മഹാപുരോഹിതനായെങ്കിൽ യേശുക്രിസ്തുവിൽ വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടി ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, അവൻ വീണ്ടും ജനിക്കുമ്പോൾ, അവൻ ഒരു പുരോഹിതനായിട്ടാണ് തീരുന്നത്. എന്നാൽ ആ പുരോഹിതനായിട്ട് അവന് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അവന്റെ ജീവന്റെ ശക്തിയിൽ അവൻ നിറഞ്ഞെങ്കിലും. ഞാൻ പറഞ്ഞിട്ടായിരുന്നു, അതായത് ഇങ്ങനെയാണ് പുതിയ നിയമത്തിലെ പുരോഹിതന്മാർ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പുരോഹിതന്മാർ ദൈവത്തിന്റെ സഭയിൽ എല്ലാ ശുശ്രൂഷകളും, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം, ഞാൻ മുമ്പോട്ട് അതിന്റെ വിശേഷങ്ങൾ വേണമെങ്കിൽ വിശദീകരിക്കാം. ദൈവസഭയിലെ എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നത് ആ പുരോഹിതന്മാർ ആ ജീവന്റെ ശക്തിയിൽ ഉയർത്തെഴുന്നേറ്റ് ആ ജീവന്റെ ശക്തിയിൽ നിറയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ ആണ് ദൈവത്തിന്റെ സഭയിലെ ശുശ്രൂഷകൾ ചെയ്യുന്നത്. അവരെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവം അവർക്ക് കൃപാവരങ്ങൾ കൊടുക്കുന്നു, അനേക കൃപാവരങ്ങൾ കൊടുക്കുന്നു. ആ കൃപാവരങ്ങൾ കൂടി അവർ ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം പുതിയ നിയമ ദൈവസഭകളിൽ നിന്ന് അവകാശപ്പെടുന്ന മിക്ക സഭകളിലും നടക്കുന്നില്ല. ഇന്നത്തെ പുരോഹിത ശുശ്രൂഷകന്മാരുടെ ആകപ്പാടെയുള്ള ശുശ്രൂഷ എനിക്കറിയാവുന്നത് അവർക്ക് സ്തോത്രകാഴ്ച ഇടുക, ആമേൻ പറയുക, പാട്ട് പാടുക എന്നുള്ളത് മാത്രമാണ്. കേൾവിക്കാരായി, പാസീവ് ലിസണേഴ്സ് ആയിട്ട്, ഒരു ആക്റ്റീവ് മെമ്പർ അല്ലാത്തവരായിട്ടാണ് മിക്ക സഭകളിലും പുരോഹിത ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാരിരിക്കുന്നത്. ഇതായിരുന്നില്ല ദൈവസഭയുടെ രീതി. ഈ ദൈവസഭയിൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ തലയിൽ നിന്നും ജീവൻ പ്രാപിച്ച എല്ലാവരും ശുശ്രൂഷകളായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആരും തലവന്മാർ, നേതാക്കന്മാർ എന്നുള്ള പേരെടുക്കരുത്, ഒരുവൻ മാത്രമാണ് നിങ്ങളുടെ നേതാവ്, നിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ്, എല്ലാവരും ശരീരത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടായിരിക്കാം. ഞാനത് മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ അത് കൂടുതൽ വിശദീകരിക്കാൻ വേണമെങ്കിൽ, നേരെ കർത്താവിന്റെ ഉപദേശപ്രകാരം ഒരൊറ്റ തലയേ ഉള്ളൂ, ബാക്കിയുള്ള വ്യക്തികളെല്ലാവരും ശരീരത്തിന്റെ ഭാഗമാണ്. ഒരൊറ്റ കോർണർ സ്റ്റോണേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ജീവനുള്ള ലിവിങ് സ്റ്റോണാണ്. ഒരൊറ്റ മഹാപുരോഹിതനേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പുരോഹിതന്മാരാണ്. ഈ പുരോഹിതന്മാരിൽ നിന്നും, ഈ ജീവനുള്ള കല്ലുകളിൽ നിന്നും, ഈ ശരീര അവയവങ്ങളിൽ നിന്നും ദൈവം ചിലർക്ക് ചില അപ്പോയിന്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരിക്കുന്ന പോലെ അപ്പോസ്റ്റലന്മാർ, പ്രവാചകന്മാർ, ഇങ്ങനത്തെ ചില അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അത് വേറെയാണ്. പക്ഷെ അവരൊരു പ്രത്യേക വർഗമായിട്ട് മാറ്റപ്പെടുന്നില്ല. അവർ മനുഷ്യരുടെയും ദൈവത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ഒരു പുരോഹിത ശുശ്രൂഷ, മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരല്ല. അവരും ഇവരുടെ കൂട്ടത്തിലുള്ളത് തന്നെയാണ്. അന്നേരം പാസ്റ്റർ ഇല്ലെങ്കിൽ എൽഡർ എന്ന് പറയുന്നത് ഒന്നും ഒരു ഹൈ പ്രീസ്റ്റ് പൊസിഷൻ അല്ല. പലപ്പോഴും ഇപ്പോഴങ്ങനെയാണ് ചിന്തിക്കുന്നത്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഈ എന്താ പറഞ്ഞിരിക്കുന്ന പാരമ്പര്യ പൗരോഹിത്യ സഭകളിലെ പൗരോഹിത്യമുള്ളതാണ് വിചാരിക്കുന്നത്. അല്ല, വേർപെട്ട സഭകളിലും പേര് മാറ്റി പൗരോഹിത്യമാണ് നടക്കുന്നത്. കാരണം വിശ്വാസികൾ അവരുടെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നില്ല. അവരെ അല്ലെങ്കിൽ അത് ചെയ്യിപ്പിക്കുന്നില്ല, ഇല്ലെങ്കിൽ അവരെ ആ കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ദൈവസഭ വളരുന്നില്ല. ദൈവസഭ എപ്പോഴും പാമ്പറിങ് ആയിട്ട് പാല് കുടിക്കുന്ന ശിശുക്കളായിട്ട് ആൾക്കാർ വളരുന്നു. ഇതൊന്നും ആൾക്കാർക്ക് വിഷയമല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആൾക്കാർ അടിസ്ഥാനങ്ങളിൽ സംതൃപ്തരാണ്. പഴയ നിയമത്തിലെ പോലെ തന്നെ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന സഭകളിൽ പോയിരുന്ന് അവരുടെ ദൈവം എൻ്റെ അടുത്ത് സംസാരിച്ചു, എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് പോകുന്നവരാണ് മിക്കവരും. അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട്. എങ്ങനെയാണ് അങ്ങനെയല്ല ദൈവസഭ കർത്താവ് ആഗ്രഹിച്ചത്. ഞാൻ പറഞ്ഞു, കൊലോസി സഭയിലും എഫേസ്യ സഭയിലുമാണ് പൗലോസ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അവർക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. ബാക്കിയുള്ള ജഡീയ സഭകളിൽ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ഇതൊന്നും ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അവർ ഒരു പുരോഹിത വർഗമായിട്ട് പണിയപ്പെടണമെന്ന് ആഗ്രഹം പോലും ഇല്ലാത്തവരാണ്. ഇത്തരം എഫേസ്യ ലേഖനത്തിലേക്ക് പോവാം. എഫേസ്യ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ പൗലോസ് എങ്ങനെയാണ് ഒരു ദൈവസഭ പണിയപ്പെടേണ്ടത് എന്നുള്ളത് വീണ്ടും വിശദീകരിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിലെ നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഒരു ആൾക്കാർക്കൊന്നും മനസ്സിലാകാത്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ആക്കി. എഫേസ്യ ലേഖനം 4:16. അവിടുത്തെ നിയന്ത്രണത്തിൽ ശരീരത്തിന്റെ, എഫേസ്യർ 4:16 ഞാൻ വായിക്കുന്നത്. അവിടുത്തെ നിയന്ത്രണത്തിൽ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ കൂട്ടിയിണക്കപ്പെട്ട് എല്ലാ സന്ധിബന്ധങ്ങൾ കൊണ്ടും ശരീരം ആകമാനം സംഘടിക്കപ്പെടുന്നു. അതുകൊണ്ട് ഓരോ അവയവവും അതിൻ്റെതായ പ്രവൃത്തി ചെയ്യുമ്പോൾ ശരീരമാസകലം വളരുകയും സ്നേഹത്തിലൂടെ അത് പടുത്തുയർത്തപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഓരോ അവയവവും അതിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ, 16-ാമത്തെ വാക്യത്തിൽ ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അവയവത്തിനും അതിനതിൻ്റെ വ്യാപാരത്തിനൊത്തണം ഉദവി ലഭിക്കാനുള്ള. ഇത് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ശരീരത്തിന്റെ ഓരോ അവയവവും കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ആ അവയവത്തിന്റെ പ്രവൃത്തി അത് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുമ്പോഴാണ് ശരീരം
ആ സകലം വളരുന്നു. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് റോമാലേഖനം 12:1 ദൈവസഭയെ പറ്റി പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിന്റെ ഹിതം. എനിക്കറിയാവുന്ന രീതിയിൽ ഇന്ന് നമ്മൾ ദൈവസഭയിലെ ഒരു വിശ്വാസി എടുത്ത് ചെന്നിട്ട്, എന്താണ് സഹോദര ദൈവത്തിന് നിന്നെ പറ്റിയുള്ള വിളി, എന്താണ് നിന്റെ ദൈവസഭയിലെ ശരീരത്തിലെ പ്രവൃത്തി എന്ന് ചോദിച്ചാൽ മിക്ക വിശ്വാസികൾക്കും അറിയില്ല. കാരണം എന്താണ്? അവർക്ക് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടെന്ന് പോലും അവരെ പഠിപ്പിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി ഇല്ലാത്ത ഏതെങ്കിലും ശരീരഭാഗമുണ്ടോ നമ്മുടെ ശരീരത്തിൽ? അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യൻകാർക്ക് പറഞ്ഞിരിക്കുന്നത്, എല്ലാം ചെവിയാണോ? എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണോ? എല്ലാവരും ആമേൻ പറയുന്നവരാണോ? എല്ലാവരും സ്തോത്രം പറയുകയും സ്തോത്രകാഴ്ച ഇടുകയും ചെയ്താൽ മതിയോ? നിങ്ങൾക്കൊന്നും ഒരു ശുശ്രൂഷയുമില്ലേ? എന്താണ് നിങ്ങളുടെ ശുശ്രൂഷ? പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഓരോ അവയവവും അതിന്റെ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ശരീരം ബിൽഡ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ പറയാണ്, ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിനും അതിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം സഹായം ലഭിക്കാനുള്ള ഓരോ സന്ധ്യയിലും സ്നേഹത്തിന് വളർച്ചയ്ക്ക് അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ശരീരം യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് പണിയപ്പെടുമ്പോൾ ഓരോ അംഗത്തിനും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം സഹായം ലഭിക്കുന്നു. എവിടുന്ന്? ദൈവത്തിൽ നിന്ന്. നേരം ഓരോരുത്തർക്കും പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിക്കുള്ള ശക്തി ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയുന്നു. അങ്ങനെ അവർ രാജകീയ പുരോഹിതന്മാരായിട്ട് ദൈവസഭയെ ബിൽഡ് ചെയ്യുന്നു, അവരുടെ ആത്മാവിന്റെ ഫലങ്ങൾ കൂടി ആത്മാവിന്റെ വരങ്ങൾ കൂടി. അങ്ങനെ വരുമ്പോഴാണ് ദൈവസഭ വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, തലയായവരിൽ നല്ലു ശരീരം മുഴുവൻ സന്ധി ഞരമ്പുകളെ പോഷിപ്പിച്ച് ഒന്നായി തീർന്ന ദൈവവർദ്ധനയ്ക്ക് അനുസരമായി വളർച്ച പ്രാപിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനം 4:16 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. വേറെ ട്രാൻസ്ലേഷൻ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് വായിക്കുന്നത് മാത്രമേ. അന്നേരം ആത്മീയ വളർച്ച ഒരു ദൈവസഭയിൽ കാർണൽ ചർച്ച അല്ലാതെ സ്പിരിച്വൽ ചർച്ച ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ വ്യക്തികളും ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ വരങ്ങളും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് ദൈവസഭയെ ശുശ്രൂഷിക്കണം. ദൈവസഭയുടെ പൊതു ശുശ്രൂഷയിൽ ഓരോ വ്യക്തികളുടെയും ശുശ്രൂഷ അത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ വൺ മാൻ ഷോ ബൈബിളിൽ ഇല്ല, പുതിയ നിയമ ദൈവസഭയിൽ. റോമാലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് വീണ്ടും റോമാലേഖനം 12:14 വാക്യം മുതൽ പൗലോസ് വീണ്ടും വിശദീകരിക്കുകയാണ്. ഞാൻ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു പോകുകയെന്നത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. നേരത്തെ പറഞ്ഞു ഓരോ അവയവങ്ങൾക്കും അതിന്റെ പ്രവൃത്തി അറിയണം, ഓരോ പ്രവൃത്തികൾക്കും അതിന് പ്രവർത്തിക്കാനുള്ള ശക്തി ദൈവത്തിൽ ലഭിക്കുന്നു. എന്നിട്ട് പറയാണ്, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കൃപയ്ക്കനുസരിച്ച് വ്യത്യസ്തമായിട്ട് വരങ്ങൾ നമുക്കുണ്ട്. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഓരോ അവയവത്തിനും അതിന്റെ പ്രവൃത്തി ലഭിക്കാനായിട്ടുള്ള കൃപ ദൈവത്തിൽ ലഭിക്കുന്നു, കർത്താവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ അവയവങ്ങളും. എന്നിട്ട് പറയാണ്, ഓരോ അവയവങ്ങൾക്കും നമുക്ക് നൽകപ്പെട്ട കൃപയ്ക്കനുസരിച്ച് വ്യത്യസ്തമായ വരങ്ങൾ നമുക്കുണ്ട്. ഒരുവന് പ്രവചനപരമാണെങ്കിൽ അവന്റെ വിശ്വാസത്തോളം ശുശ്രൂഷിക്കാനുള്ള വരം, ഉപദേശിക്കാനുള്ള വരം, പ്രോത്സാഹിപ്പിക്കാനുള്ള വരം, കൊടുക്കുവാനുള്ള വരം, കരുണ കാണിക്കാനുള്ള വരം, പരിപാലനത്തിനുള്ള വരം. ഇതിന് പരിപാലനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വരം മാത്രമാണ്, അത് ഷെപ്പേർഡിനുള്ള വരമാണ്. ഇത് പല വരങ്ങളിലൊന്നാണ്. എന്നിട്ട് ഇങ്ങനെ പല വരങ്ങളാണുള്ളത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വരങ്ങളും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും ആ വ്യക്തി ഒരു മഹാപുരോഹിതന്റെ രീതിയിൽ നിന്ന് ബാക്കിയുള്ളവർ ശുശ്രൂഷിക്കും, ബാക്കിയുള്ളവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞത് നാളെ മുതൽ ഈ ഓർഡറൊക്കെ നിങ്ങൾക്ക് മാറ്റാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ നടക്കണമെന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഓരോ വ്യക്തികളും ദൈവത്തിൽ വളരുമ്പോൾ മാത്രമേ ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതിനൊരു ടീച്ചിങ് ആവശ്യമുണ്ട്, ആൾക്കാർക്ക് ഇത് മനസ്സിലാവേണ്ട ആവശ്യമുണ്ട്, ഇതിങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ആത്മീയമായ വളർച്ചയോട്. അതുകൊണ്ടാണ് എന്നാൽ പിന്നെ ആത്മീയമായി വളർന്നാൽ മാത്രം പോരെ, ഇത് ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളത് അപ്പോസ്തലന്മാർ അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് വീണ്ടും വിശദീകരിക്കുകയാണ്, എന്നാൽ കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്. കൊരിന്ത്യ ലേഖനം 12-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ ആത്മാവന്തത്രേ ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികൾ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നിട്ട് പൗലോസ് ഇതേ കാര്യം തന്നെ പറയാണ്, എന്നാൽ ഓരോരുത്തർക്ക്, ഒരാൾക്കല്ല ഓരോരുത്തർക്ക് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനാണ് നൽകപ്പെടുന്നു. ഒരാൾക്ക് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം, മറ്റൊരാൾക്ക് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം, വേറൊരാൾക്ക് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരാൾക്ക് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരങ്ങൾ, ഒരാൾക്ക് വീര്യപ്രവൃത്തികൾ, മറ്റൊരാൾക്ക് പ്രവചനം, മറ്റൊരാൾക്ക് ആത്മാവിന്റെ വിവേചനം, വേറൊരു വിവിധ ഭാഷകൾ, മറ്റൊരാൾക്ക് ഭാഷകളുടെ വ്യാഖ്യാനം. ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുന്നത് പോലെ അവനവന് അതത് വരം കൊടുക്കുന്ന ഒരേ ആത്മാവ്. ഇവിടെ എല്ലാം എത്ര വാക്യങ്ങളാണ്, ഞാൻ എല്ലാ വാക്യങ്ങളും എടുക്കുന്നില്ല. എന്താണ് പറയുന്നത്? ഒരേ പരിശുദ്ധാത്മാവ്, ഒരേ തലയിൽ നിന്ന് ബ്ലഡ് എല്ലാ അവയവങ്ങളിലേക്കും ഒരേപോലെ ഒഴുകുന്നു. ഓരോ വ്യക്തികളും കർത്താവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ
ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് വേറൊരാൾക്ക് മറ്റൊരാൾക്ക് എന്തിനാണ് പൗലോസ് എടുത്തെഴുതിയിരുന്നത്? വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഇതെല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ശുശ്രൂഷ അല്ല. അതല്ല ദൈവവചനത്തിലെ ഉപദേശം. ഇത് പൗരോഹിത്യ സഭകളിൽ നിന്നല്ല, വേർപെട്ട സഭകളും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിച്ചേക്കാം ഇങ്ങനെയൊക്കെ സഭകളുണ്ടോ എന്നുള്ളത്. അത് പിന്നീട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വിശദീകരിക്കും. നേരെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ചിലത് ഞാൻ നേരത്തെ പറഞ്ഞ കരിസ്മാറ്റിക് ഗിഫ്റ്റ് ആണ്, ചിലത് നോൺ കരിസ്മാറ്റിക് ഗിഫ്റ്റ് ആണ്. എന്നാൽ ഇത് ഗിഫ്റ്റുകളാണ്, കർത്താവിൽ നിന്ന് ഇത് ഉണ്ടാകും. കൂടി വരുമ്പോൾ എന്താണ്? ഓരോരുത്തരിൽ നിന്ന് ഇത് വെളിപ്പെടുന്നു. അതുകൊണ്ടാണ് 14-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴേക്കും ഇങ്ങനെ വരം ലഭിച്ച വ്യക്തികൾ അവരുടെ കൂടി വരുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും ദൈവസഭയുടെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഈ വരങ്ങളും ഈ ഗിഫ്റ്റുകളും എല്ലാം ഉപയോഗിക്കുമ്പോൾ, കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഓരോരുത്തരും ഉപദേശമുണ്ട്, വെളിപാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും. അന്നേരം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരു ഓർക്കസ്ട്ര വർക്ക് ചെയ്യുന്നത് പോലെ പല ഇൻസ്ട്രുമെന്റ്സ് അവരുടെ വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദൈവസഭ ബിൽഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ദൈവസഭകളുടെ കൂടിവരവുകൾ മൊണോട്ടണസ് ആൻഡ് ബോറിംഗ് ആവുകയില്ല. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ അത് എൻജോയബിൾ ആയി. അത് നമ്മളൊരു ഓർക്കസ്ട്ര കാണുന്നത് പോലെ, നമുക്ക് ഒരു ഇൻസ്ട്രുമെന്റുകളുടെ ഒന്നും വലിയ ഡീറ്റെയിൽസ് അറിയത്തില്ലെങ്കിൽ പോലും നമുക്കൊരു സംഗീതം ആസ്വദിക്കാൻ കഴിയുന്ന പോലെ ദൈവസഭയുടെ മീറ്റിങ്ങുകളായിത്തീരും. ഇതാണ് ഒരു ആത്മീയ ദൈവസഭയുടെ കൂടിവരവുകൾ. ഇങ്ങനെയാണ് ഒരു റിയൽ ചർച്ച് പ്രീസ്റ്റ്ഹുഡിലായിട്ട് വർക്ക് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്യപ്പെടുമ്പോൾ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യങ്ങൾ പറയട്ടെ. അന്നേരം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് ശുശ്രൂഷകൾ നടക്കുന്നത്? ഈ ശുശ്രൂഷകൾ വൺ വേ അല്ല. പുതിയ നിയമത്തിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, രണ്ട് കാര്യങ്ങളാണ്. പുതിയ നിയമത്തിൽ ശുശ്രൂഷകൾ ഡിവൈഡഡ് ആയിട്ട് ബോഡിയിലുള്ള എല്ലാവർക്കുമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ശുശ്രൂഷകളല്ല. ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് ഒരാൾ മറ്റൊരാളിലേക്ക് ഏകീകൃതമായിട്ടൊരു വൺമാൻ ആയിട്ടുള്ള ഒരു കേന്ദ്രീകൃത ശുശ്രൂഷയല്ല, പരസ്പരമാണ്. ഞാൻ ആ വാക്യങ്ങൾ കൂടി വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കത് ഞാൻ പറയുന്ന വാക്യങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ മാത്രം മതി. സമയം പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു മാത്രം. എങ്ങനെയാണ് ഈ ശുശ്രൂഷകൾ നിർവഹിക്കേണ്ടത് ദൈവസഭയിൽ? കൊലോസ്യ ലേഖനം 3:14. അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായിട്ട് വിളിക്കുക. എവിടെയും പറഞ്ഞിരിക്കുന്ന ഒരു ശരീരമായിട്ട് വിളിക്കപ്പെടുന്നതിന്റെ കാര്യമാണ് അറിയിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ നേരത്തെ വായിച്ച വാക്യങ്ങളുടെ തുടർച്ചയാണിത്. അവിടെ പറയുന്നത് നന്ദിയുള്ളവരായിരിക്കും, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപയോഗിച്ചും. നേരം തമ്മിലാണ്, അന്യോന്യമാണ് പഠിപ്പിക്കേണ്ടത്. തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപയോഗിച്ചും. 1 പത്രോസ് 4:10 നമ്മൾ നേരത്തെ വായിച്ചതിന്റെ തുടർച്ചയാണ്. ഓരോരുത്തർക്ക് വരം ലഭിച്ചതുപോലെ, എങ്ങനെയാണ് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നത് പറയുന്നത്? ഓരോരുത്തർക്കും വരം ലഭിച്ചതുപോലെ വിവിധമായിട്ടുള്ള ദൈവകൃപാവരങ്ങളുടെ നല്ല ഗൃഹാവിചാരന്മാരായി അവയെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. തമ്മിൽ പഠിപ്പിക്കുക, തമ്മിൽ ബുദ്ധി ഉപദേശിക്കുക, അന്യോന്യം ശുശ്രൂഷിക്കുക. റോമാലേഖനം 5:14. സഹോദരന്മാരെ, നിങ്ങൾ ദയാപൂർണ്ണനും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുന്നു. പൗലോസിന്റെ ഒരു നല്ല അഭിപ്രായമാണ്. നിങ്ങളുടെ സഭയിൽ വൺമാൻ ഷോ അല്ല, നിങ്ങൾ അന്യോന്യം ശുശ്രൂഷിക്കുന്നവരാണ്. 1 തെസ്സലോനിക്കർ 5:11. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം ധൈര്യപ്പെടുത്തുകയും തമ്മിൽ ആത്മീയ വർധന വരികയും ചെയ്യും. എബ്രായ ലേഖനം 3:13. പ്രത്യുത നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ വഞ്ചിക്കപ്പെടാത്തതിന് ഇന്ന് എന്ന് പറയുന്ന ദിവസങ്ങളുള്ളത്തോളം ഓരോ ദിവസവും അന്യോന്യം പ്രബോധിപ്പിച്ചു. എബ്രായ ലേഖനം 11:4. സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ അന്യോന്യം പ്രബോധിപ്പിക്കുക. അനേക വാക്കുകളുണ്ട്, ഞാൻ എല്ലാ വാക്കുകളും എടുക്കുന്നില്ലെന്ന്. ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ദൈവസഭയിലെ ശുശ്രൂഷ? ഇതെല്ലാം വൺ സൈഡായിട്ട് ഒരു പുരോഹിതനെ ആശ്രയിച്ച്, ദൈവമെന്ന തലയുമായിട്ട് ആശ്രയിക്കാതെ ട്രൂ ചർച്ചിന്റെ പാസ്റ്റർ വഴി നടക്കുന്ന കാര്യമാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ശുശ്രൂഷകൾ ഡിവൈഡഡ് ആണ്, കൃപാവരങ്ങൾ ഡിവൈഡഡ് ആണ്. കാരണം ഒരു ശരീരത്തിന്റെ ഭാഗമാണ് എല്ലാവരും. ഒരു മൂലക്കലിനോട് ചേർന്ന് പണിയപ്പെട്ടവരാണ്. ഈ ശുശ്രൂഷകൾ കൂടി അവർ അന്യോന്യമാണ് ചെയ്യുന്നത്. അന്യോന്യം ബുദ്ധി ഉപദേശിക്കാൻ പറയുന്നു, അന്യോന്യം പഠിപ്പിക്കാൻ പറയുന്നു, അന്യോന്യം ശുശ്രൂഷിക്കാൻ പറയുന്നു, അന്യോന്യം പ്രബോധിപ്പിക്കാൻ പറയുന്നു, അന്യോന്യം ധൈര്യപ്പെടുത്താൻ പറയുന്നു, അന്യോന്യം ആത്മീയ വർധന വരുത്താനായിട്ട് പറയുന്നു, അന്യോന്യം പ്രബോധിപ്പിക്കാനായിട്ടും അന്യോന്യം പ്രോത്സാഹിപ്പിക്കാനായിട്ടും പറയുന്നു. ഇതെവിടാണ് നടക്കുന്നത്? ഇങ്ങനെ നടക്കാത്ത സഭകൾ കാർണൽ ചർച്ചസ് ആണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്? പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒന്നാമത്തെ കാര്യം, കർത്താവിന്റെ ആ ഡിവൈൻ ലൈഫ് വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൂടി ഒഴുകുന്നില്ല. ആത്മാവിന്റെ ഫലങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും ഇത് നമ്മുടെ കുടുംബത്തിലാണ് ആദ്യം നടക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ കുടുംബത്തിൽ നടക്കാത്തൊരു കാര്യം പ്രാക്ടിക്കലായിട്ട് പുറത്ത് ചെയ്യാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് വ്യക്തിപരമായിട്ടൊരു ജീവിതത്തിൽ നടക്കുന്നു, അവരുടെ ജീവിതത്തിൽ ആത്മീയ വർധന വരുന്നു, അവർ ദൈവത്തിന്റെ ശുശ്രൂഷയോട് വെളിപ്പെടുന്നു, അവർ ദൈവസഭയിൽ ഈ കാര്യങ്ങൾ ബിൽഡ് ചെയ്യും. എന്നാൽ ഇത് ദൈവത്തിന്റെ ജീവൻ ഒഴുകുന്ന ഒരു സഭയിൽ നടക്കും. രണ്ടാമത്തെ കാര്യം, ഇത് നടക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനെപ്പറ്റി ഒരു പ്രോപ്പർ ടീച്ചിങ് ആൾക്കാർ കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആദിമ ദൈവസഭ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തതെന്നുള്ളതിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ ആൾക്കാർ പഠിപ്പിക്കുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരുടെയും സെൽഫിഷ്നെസ് ആണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള സെൽഫിഷ് ആയിട്ടുള്ള
വ്യക്തികൾ, നേതാക്കന്മാർ, അല്ലെങ്കിൽ ദൈവസഭയെ പറ്റി ബോധ്യമില്ലാത്ത നേതാക്കന്മാർ, ദൈവസഭയുടെ ചർച്ചിന്റെ എൽഡേഴ്സിന് ദൈവസഭയെ പറ്റി ഒരു പ്രോപ്പർ ബോധ്യമില്ലാത്തതുകൊണ്ട്, അതിലേക്ക് ആൾക്കാരെ ബിൽഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരാൾക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ടിട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അന്നേരം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അപ്പൊ പിന്നെ ഇടയന്റെ ശുശ്രൂഷ എന്താണെന്നുള്ളത് ചിന്തിക്കുക. ഞാനത് മുമ്പോട്ട് ഒരു ക്ലാസ്സായിട്ട് വേറൊരു ദിവസം വിശദീകരിക്കാം, അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സിൽ വിശദീകരിക്കും. ഞാനിപ്പം പറഞ്ഞത് ആ ദൈവസഭയിലെ പുരോഹിത ശുശ്രൂഷ, പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയിൽ പൗരോഹിത്യമുണ്ട്. ആ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പൗരോഹിത്യമാണ്. അത് യേശുക്രിസ്തു മഹാപുരോഹിതനായതുപോലെ, മരണത്തിന്റെ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് മഹാപുരോഹിതനായതുപോലെ, ജീവൻ അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ കർത്താവിൽ നിന്നുള്ള ജീവൻ പ്രാപിച്ച് നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. നമ്മൾ ആരും മഹാപുരോഹിതന്മാരല്ല, നമ്മൾ എല്ലാവരും പുരോഹിതന്മാരാണ്. യേശുക്രിസ്തു മാത്രമാണ് മഹാപുരോഹിതൻ. അങ്ങനെ നമ്മൾ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടുകയും അങ്ങനെയുള്ള ദൈവസഭയിൽ കൂടി കർത്താവിന് നാമം മഹത്വപ്പെടുത്തുകയും കർത്താവിന്റെ ഗ്ലോറി വെളിപ്പെടുകയും ചെയ്യും. ഞാൻ മുമ്പോട്ട് പല ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ദൈവസഭയിലെ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റുകൾ എങ്ങനെയാണെന്നുള്ളത് മുമ്പോട്ട് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ, ഞാനത് ക്ലിയർ ചെയ്യും. ബ്രദറെ, ഒരു കാര്യം, ഒരു ബ്രദർ പറഞ്ഞായിരുന്നല്ലോ, മറ്റേ ഈ ഗലേഷ്യൻസ് 5 16, 17 വാക്യം, ഒരു ജഡമനസ്സെന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ അല്ലേ? അപ്പൊ അതും ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു ഫാൻഡം എഫക്ട് എന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? മറ്റേ നമുക്കൊരു ചിന്ത ഉണ്ടാവുമല്ലോ, ഒരു പാപത്തിൽ തുടരുന്നതിൽ നിന്നുള്ളൊരു ചിന്ത, അതിൽ കൂടെ നമ്മൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഞാനും പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ പഴയ മനുഷ്യൻ നീങ്ങിപ്പോയി എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. അന്നേരം നമ്മളുടെ ഉള്ളില് 2 നേച്ചർ ഉണ്ട് എന്നുള്ളൊരു പഠിപ്പീര് തെറ്റാണ്. ഒരു പാപസ്വഭാവവും ദൈവിക സ്വഭാവവും രണ്ടും കൂടി നമ്മളിലില്ല. നമ്മളിൽ നിന്നുള്ള പാപസ്വഭാവം നീക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മൾ നിലനിൽക്കുന്ന കാര്യം എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാപസ്വഭാവം നീക്കപ്പെട്ടു പോയി എങ്കിലും നമ്മളുടെ മൈൻഡ് പ്രോഗ്രാംഡ് ഒരു രീതിയിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരു സോഫ്റ്റ്വെയർ കറക്റ്റർ ആയ രീതിയിൽ ഒരു വേറെ രീതിയിൽ പ്രോഗ്രാംഡ് ആയിരിക്കുന്ന ഒരു മനസ്സാണ്. ആ മനസ്സിനെയാണ് ബൈബിൾ ജഡമനസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിലേക്ക്, അല്ലെങ്കിൽ പഴയ ചിന്താഗതികളാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു മനസ്സാണ്. ആ മനസ്സാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. അന്നേരം നമ്മുടെ മനസ്സിനെ ദൈവവചനം വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, കൃത്യമായിട്ടൊരു പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാണ്. നമ്മുടെ പാപ സ്വഭാവം നീക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെ മൈൻഡിനെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മൾ ദൈവവചനത്തിൽ കൂടി അത് പഠിപ്പിക്കേണ്ടത്, അതൊരു സത്യം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം വിശ്വസിച്ചു. അന്നേരം അത് ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഫാൻഡൻ ലിംബ് എന്ന് പറഞ്ഞതുപോലെ ആ കാലില്ല, ആ കാല് നീങ്ങിപ്പോയത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നീങ്ങിപ്പോയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പാപത്തിന്റെ ചിന്തകൾ നമുക്ക് അല്ലാതെ നമുക്ക് വരാം. നമ്മൾ ചെയ്തു പോയ ശീലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മളുടെ പഴയകാല ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ട്. നമ്മുടെ ആത്മാവ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ആ പാപത്തിന്റെ ഇൻഫ്ലുവൻസുകൾ എപ്പോഴും നമ്മളുണ്ട്. ഇനി നമ്മളൊരു എന്താ പറഞ്ഞിരിക്കുന്നത്, പാപത്തിൽ വീണാൽ ആ പാപത്തിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് മുമ്പോട്ടും വരാം. അത് നമ്മുടെ പഴയ മനുഷ്യൻ മാറിപ്പോയെങ്കിൽ, നമ്മുടെ മനസ്സങ്ങനെ മാറിയെങ്കിലും നമുക്ക് വീണ്ടും പ്രലോഭനങ്ങൾ വരാം, പുറത്തുനിന്ന് പ്രലോഭനങ്ങൾ വരാം. നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ചെയ്തു പോയ പാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ ജീവിച്ച രീതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രലോഭനങ്ങൾ വരാം. ഇതാണ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ജഡത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഗലാത്യലേഖനം 5 16 വാക്യം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആത്മാഭിലാഷം ജഡത്തിനും, ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധം. അന്നേരം ജഡത്തിന്, ഇല്ലെങ്കിൽ നമ്മുടെ എന്താ പറഞ്ഞിരിക്കുന്നത്, കറപ്റ്റഡ് മൈൻഡിന് ഇപ്പോഴും ചില അഭിലാഷങ്ങളുണ്ട്, ഇപ്പോഴും അതിന് ചില ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജീവിച്ചു വന്ന ശീലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ പ്രവർത്തിച്ചു വന്ന രീതികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അഭിലാഷങ്ങളാണ്. ആ അഭിലാഷങ്ങളെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ക്രൂശിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണമെന്നും, നമ്മുടെ മനസ്സിന് വിരോധമായിട്ട്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് ഉയരുന്ന ചിന്തകളെ പിടിച്ചടക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. ഈ ഒരു കാര്യം പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണ്. അതായത് ഒന്ന്, നമ്മൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രരായി, ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ആ ഒരു പാപ സ്വഭാവം നമുക്ക് ഇല്ല എന്ന് നമ്മൾ മനസ്സിനെ പഠിപ്പിക്കുകയും, അതേസമയം തന്നെ പാപത്തോട് നമ്മൾ പ്രലോഭനങ്ങളോട്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രലോഭനങ്ങളോട്, പുറത്തു നിന്ന് വരുന്ന പ്രലോഭനങ്ങളോട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ എതിർത്ത് നിൽക്കുകയുമാണ്. ഈ 2 കാര്യങ്ങളാണ് ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഒന്ന്, നമ്മുടെ പാപസ്വഭാവം മാറ്റപ്പെട്ടു എന്ന് നമ്മൾ ദൈവവചനത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടി നമ്മളെപ്പോഴും വിശ്വസിക്കുക, അതിൽ ഉറയ്ക്കുക, അങ്ങനെ തന്നെ എണ്ണുക. യു ആർ ഡെഡ് ടു സിൻ എന്ന് നമ്മൾ എണ്ണുക. രണ്ടാമത് നമ്മൾ പാപത്തോട് എതിർത്ത് നിൽക്കുക, ഫൈറ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് വ്യത്യാസമായിട്ടുള്ളത്. മനസ്സിലായ ഞാൻ പറഞ്ഞത്? മനസ്സിലായി. അത് ഒന്ന് പിന്നെ നമുക്കുള്ള ഒന്ന് ബോധ്യത്തിൽ നിന്നുണ്ടാകേണ്ട കാര്യമാണ്. നമ്മള് ബോധ്യം, ഒന്ന് ബോധ്യത്തിൽ നിന്നുണ്ടാണ്. ഒന്ന് അതാണ് പറഞ്ഞത്, ഇത് രണ്ടും ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് ഒന്ന് നമ്മളുടെ ബോധ്യമാണ്, നമ്മളുടെ പൊസിഷൻ. നമ്മൾ പാപ സ്വഭാവത്തിലുള്ള വ്യക്തിയല്ല, നമ്മൾ കൃപയ്ക്ക് അധീനരാണ്. ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഗ്രൗണ്ട് അതാണ്, അതെന്റെ പൊസിഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ നിലത്ത് നിന്നിട്ട് അഭ്യാസം കാണിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് അതാണ്. അത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ, നമ്മൾ ഈവൻ പാപത്തിൽ വീണാൽ പോലും ഞാൻ പാപസ്വഭാവത്തിന് അടിമയാണെന്നുള്ള ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഐഡന്റിഫൈ ചെയ്യും. അവിടെ നമ്മുടെ പൊസിഷൻ അതാണെങ്കിൽ, രണ്ടാമത്തെ നമ്മുടെ ഫൈറ്റ് ആണ്. നമ്മുടെ ഫൈറ്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ചിന്തകൾ ഉണ്ടാവാം, പുറത്തുനിന്ന് വരുന്ന പ്രലോഭനം ഉണ്ടാകാം. നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും നമ്മളുടെ ജീവിതം പ്രലോഭനത്തിൽ നിന്ന് വരുന്നതാണ്. അതല്ലേ? എക്സാക്ട്ലി, അതെ. ഒന്നും മറ്റേ പ്രലോഭനത്തിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ രണ്ട് ഇതാണ്. പിന്നെ മറ്റൊരു കാര്യം ബ്രദർ പറഞ്ഞ പോലെ, നമ്മൾ ഈ പിന്നെ സഭയിലെ ഇപ്പം എൽഡേഴ്സിന് പറഞ്ഞിട്ടുള്ളത് ഡിസിപ്ലിനിങ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ സഭയിൽ ഉണ്ടാകുമല്ലോ. അപ്പൊ അതിൽ ഈ ഫസ്റ്റ് കൊരിന്ത്യൻസിൽ പറഞ്ഞിരിക്കുന്ന പോലെ 5-ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടല്ലോ, ഡിസിപ്ലിനിങ് ഒരു ആക്ഷൻ പറയുന്നുണ്ടല്ലോ അവിടെ. അപ്പൊ അത് ഏതൊക്കെ ലെവലിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും എവിഡന്റ് അല്ലാത്ത ചില കാര്യങ്ങൾ, ഇപ്പം പിന്നെ ഇതൊരു പാപ പ്രവൃത്തി ചെയ്തതായിട്ട് കാണും. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലത് ചെയ്യരുതാത്തതും പാപമാണ്. അപ്പൊ അങ്ങനെയുള്ള ഇവിടെയാണ് നമുക്ക് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ്. ഓക്കെ, ഇത് ഒരു പ്രാദേശിക സഭയിലെ എൽഡേഴ്സിന്റെ ഒരു ഡിസേൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, പുതിയ നിയമത്തിലെ കൽപ്പനകൾ ഡീറ്റെയിൽ അല്ല, അതിന്റെ പ്രിൻസിപ്പിളാണ്. എങ്കിലും ഞാൻ എൻ്റെ ഒരു ബോധ്യം പറയാം. ഈ പുതിയ നിയമത്തിലെ ഡിസിപ്ലിൻ എപ്പോഴും ഒരു എവിഡന്റ് ആക്ട് പുറത്തു വരുമ്പോൾ മാത്രമാണ് ഡിസിപ്ലിൻ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്. നമ്മൾ യേശുക്രിസ്തു ആണ് ആ ദൈവസഭയെ പറ്റി പറയുമ്പോൾ ആദ്യം പറയുന്നത് ഡിസിപ്ലിനെ പറ്റി പറയുന്നത്. അന്നേരം ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ അവൻ്റെ അടുത്ത് ആദ്യം പോയി അവനെ കറക്റ്റ് ചെയ്യുക, ഇൻഡിവിജ്വലായിട്ട് കറക്റ്റ് ചെയ്യുക. അവൻ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ 2 വ്യക്തികൾ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനെ കറക്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ 3 വ്യക്തികളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവർ എൽഡേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവരെയും ഒരു കൂട്ടാക്കുന്നെങ്കിൽ പൊതുസഭയിലേക്ക് അത് അറിയിക്കുക. സഭയും കൂട്ടാക്കുന്നില്ലെങ്കിൽ അടുത്ത ഡിസിപ്ലിൻ ആക്ഷനിലേക്ക് കിടക്കുക. അന്നേരം ഇവിടെ എല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു എവിഡന്റ് കാര്യം പുറത്തു വന്നു, ഒരു ആക്ട്, ഒരു കാര്യം ചെയ്തു. അത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ഡിസിപ്ലിൻ നമുക്ക് പറയാനായിട്ട് കഴിയൂ. അല്ലാതെ ചിലപ്പം ചില ആൾക്കാർ ആത്മീയമായിട്ട് വളരുന്നില്ല, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലായിരിക്കും. അതിനെ അവരെ നമുക്ക് ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതിന് പകരം അവരെ പ്രബോധിപ്പിക്കാം, അവരെ ഉത്സാഹിപ്പിക്കാം, അവരെ പ്രോത്സാഹിപ്പിക്കാം, അവരത് ചെയ്യണമെന്ന് അവരെ പഠിപ്പിക്കാം. അവരത് ചെയ്യുന്നില്ലെങ്കിൽ അവരെ അതിന്റെ പേരിൽ ഡിസിപ്ലിൻ ചെയ്യാനൊന്നും ബൈബിളിൽ ഉപദേശമില്ല. ഡിസിപ്ലിൻ എപ്പോഴും വ്യക്തമായിട്ടുള്ള ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തികളുടെയാണ്. അത് കൊരിന്ത്യർ ലേഖനത്തിലും അങ്ങനെ തന്നെയാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, കറക്റ്റായിട്ട് കാര്യങ്ങളും ചെയ്യാത്ത, അവരെ എല്ലാം പ്രോത്സാഹിപ്പിക്കും. അവർ അങ്ങനെ ചെയ്യണം എന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഒരു എവിഡന്റ് ആയിട്ടുള്ള പാപം ചെയ്തു, അവൻ്റെ അടുത്ത് പറയണം, അവനെ നിങ്ങൾ പുറത്താക്കാനായിട്ട് പറയണം, നിങ്ങൾ ഒരുമിച്ച് ചേർന്ന്. അന്നേരം ദൈവസഭയിലെ ഡിസിപ്ലിൻ അത് വേറൊരു വിഷയമാണ്. ദൈവസഭയിലെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പാപം പ്രവർത്തിച്ചു കഴിയുമ്പോൾ മാത്രമാണ് അത് ദൈവസഭയെ ബാധിക്കുന്നതാണ്, അത് മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്നതാണ്, ദൈവസഭയെ ടോട്ടലി അത് ബാധിക്കുന്നതായതുകൊണ്ട് ആ സ്പെസിഫിക് ഇൻസിഡന്റിനെ നമ്മൾ അഡ്രസ് ചെയ്യുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതേസമയം ഒരാൾ ഒരു ആത്മീയമായിട്ട് വളരുന്നില്ല, ഇല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ആ വ്യക്തിയെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയുള്ള ആത്മീയമായിട്ട് വളരുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ശരീരത്തിന്റെ ഭാഗമായിട്ടിരിക്കുക, ആ വ്യക്തിയെ നമുക്കൊരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുപോകാനായിട്ടൊന്നും കഴിയത്തില്ല. അങ്ങനെ ചെയ്യണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഓക്കെ ബ്രദറെ, അതുപോലെ ഒരു കാര്യം കൂടെ ബ്രദറെ, ഈ ഫസ്റ്റ് പീറ്ററിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് പീറ്റർ 2-ന്റെ 4-ഉം 5-ഉം പറഞ്ഞായിരുന്നല്ലോ, ഫ്രൂട്ടും ഗിഫ്റ്റുമായിട്ട് പറഞ്ഞല്ലോ. ആത്മീയ ഗ്രഹം എന്ന് പറഞ്ഞതും അതുപോലെ വിശുദ്ധ പുരോഹിതം പറഞ്ഞത് ഫ്രൂട്ടായിട്ടും ഗിഫ്റ്റായിട്ടും രീതി പറഞ്ഞല്ലോ. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പിന്നെ ബ്രദർ പറഞ്ഞായിരുന്നു, പിന്നെ കരിസ്മാറ്റിക് എന്നുള്ള അത് എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? കരിസ്മാറ്റിക് ഗിഫ്റ്റ് എന്ന് പറയുന്നതും മറ്റ് അല്ലാതെ. ഈ കരിസ്മാറ്റിക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എവിഡന്റ് ആയിട്ട് കാണാൻ കഴിയുന്ന ഗിഫ്റ്റുകളാണ്. ഇപ്പം പ്രവചനം, ഇല്ലെങ്കിൽ ഭാഷാവരം, ഇല്ലെങ്കിൽ വ്യാഖ്യാനപരം എന്നുള്ളത് ഗിഫ്റ്റാണ്. അന്നേരം അതേസമയം തന്നെ ദാനം ചെയ്യാനുള്ള വരം എന്ന് പറയുന്നത് റോമലേഖനത്തിൽ പറയുന്നുണ്ട്, കരുണ കാണിക്കാനായിട്ടുള്ള വരം എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ചില വരങ്ങളുണ്ട്. അതൊന്നും ഒരു കരിസ്മാറ്റിക് ഗിഫ്റ്റ് അല്ല, അത് നമുക്ക് പെട്ടെന്ന് ഒരു എവിഡന്റ് ആയിട്ട് കാണാനായിട്ട് കഴിയത്തില്ല. അത് ഒരു ഫലത്തിന്റെ കൂട്ട് തന്നെ ഉള്ളൊരു വരമാണെന്ന് പറയാനായിട്ട് കഴിയും. അങ്ങനത്തെ വരങ്ങൾ ചിലർക്ക് ലഭിക്കും. അന്നേരം ആ ഒരു വരങ്ങളും ദൈവസഭയിൽ ആവശ്യമുണ്ട്. കരിസ്മാറ്റിക് ആയിട്ട് ദൈവവചനം സംസാരിക്കും. ഇപ്പം
ദൈവവചനം സംസാരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്കാർക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ കഴിയുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറവിൽ ഒരാൾ ദൈവവചനം സംസാരിക്കുന്നത്. ഒരു പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം കൃത്യമായിട്ട് ഒരാളുടെ കൺഫ്രണ്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് കരിസ്മാറ്റിക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എവിഡന്റ് ആയിട്ട് കാണാൻ കഴിയുന്ന, കരിസ്മാറ്റിക് ആയിട്ട് വെളിപ്പെടുന്ന രീതിയിൽ. കരിസ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള ഗിഫ്റ്റുകളാണ്. മറ്റേത് കുറച്ചുകൂടി അങ്ങനെ എവിഡന്റ് ആയിട്ട് കാണാൻ കഴിയാത്ത. അതാണ് ഈ രണ്ട് ഗിഫ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ബ്രദർ, താങ്ക് യു, ക്ലിയർ.